20 ലക്ഷം കിണറും 20ഓളം ശുദ്ധജല തടാകങ്ങളും ഉള്ള സുലഭമായ 6 മാസം മഴ ലഭിക്കുന്ന ഈ സംസ്ഥാനത്ത് വരാൻ പോണ ദുരിതത്തിൻ്റെ നേർക്കാഴ്ചയാണ്. സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. 2 ക്രിമിനൽ കേസിൻ്റെ ഉടമയാണ് ഞാൻ. എന്താണ് ക്രിമിനൽ കേസ്? മിക്കവാറുള്ള ഹോസ്പിറ്റലിലൊക്കെ മൊഴി കാണാം, ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, ക്യാൻസർ സെൻ്ററിൽ നിന്ന് വരും. കാരണം ഇതൊക്കെ ഈ കുഞ്ഞുങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. ഇതിൻ്റെ മോചനം വേണ്ടേ? നമസ്കാരം. DNA ന്യൂസിൻ്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു മഹത് വ്യക്തിയാണ് ശ്രീ മജിഷ്യൻ നാഥ്. അദ്ദേഹം DNA-യുടെ ഓരോ വളർച്ചയിലും ഒരുപാട് വളർന്നു എന്നല്ല പറയുന്നത്, പക്ഷേ ഞങ്ങളുടെ ഇപ്പോഴുണ്ടായ വളർച്ചയിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണെന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും പലപ്പോഴും പറയുന്ന ഒരാളാണ് നാഥ് സാർ. അദ്ദേഹം കഴിഞ്ഞ 40 വർഷങ്ങളിലേറെയായി ക്യാൻസറിനും ജങ്ക് ഫുഡിനും പുകയിലേക്കും മയക്കുമരുന്നിനും മദ്യത്തിനുമെതിരെയൊക്കെ പോരാടുന്ന ഒരാളാണ്. ക്യാൻസറിനെ അതിജീവിച്ച ഒരാളാണ്. നാഷണൽ അവാർഡ് ജേതാവാണ്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു മജീഷ്യനാണ് ശ്രീ നാഥ് സാർ. സാർ നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2-3 വർഷമേ ആയിട്ടുള്ളൂ അല്ലേ? അങ്ങനെയാണെങ്കിലും ഒരുപാട് വർഷത്തെ അടുപ്പം സാർ ഫോൺ ചെയ്യാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, ഒക്കെ ശരിയാണ്. അതെ. ഇപ്പോൾ എങ്ങനെയാണ് പരിപാടികളൊക്കെ? സ്കൂളുകളിലാണല്ലോ ഞാൻ കൂടുതലും സ്കൂളുകൾ, കോളേജുകൾ, ജയിലുകൾ, ആദിവാസി ഊരിലൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ ആദിവാസി ഊരിലോട്ട് പറഞ്ഞു വിട്ട് റീജിയണൽ ക്യാൻസർ സെൻ്ററാണ്. അപ്പോൾ അവരുടെ ട്രെയിനിങ് കഴിഞ്ഞ് എന്നോടൊപ്പം ഒരു ഡോക്ടറുമായി പാലക്കാട്, വയനാട്, ഇടുക്കി ആദിവാസി ഊരിലൊക്കെ ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഇവർക്കും ക്യാൻസർ ഉണ്ടാകുമെന്നോ. ആദിവാസി ഊരില്ല. കാരണം അവർക്ക് ക്യാൻസർ ഉണ്ടാകാൻ കാരണം വേറൊന്നുമല്ല, അവർ ഈ പുകയില കൃഷി ചെയ്യുന്നവരാണ്. ഉൾവനത്തിൽ പുകയില കൃഷി ചെയ്യിക്കുന്നത് വെളിയിലുള്ള മുതലാളിമാരാണ്. അപ്പോൾ ഇവര് കൃഷിക്കാർ ഇവരാ. അപ്പോൾ ഇവര് ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ ഈ പുകയില തണ്ടൊടിച്ച് വായി വെച്ച് കടിച്ചു പിടിക്കും. നമ്മൾ മുറുക്കാൻ ചവയ്ക്കുന്നത് പോലെ തന്നെയാണ്. അങ്ങനെയായി ഇവർക്ക് RCCക്ക് എവിടെ ഒരു ഇൻഫർമേഷൻ കിട്ടി ഇങ്ങനെ ക്യാൻസർ അവരുടെ ഉണ്ടെന്ന്. അപ്പം അങ്ങനെ മാജിക്കിലൂടെ ഞാനിത് കാണിച്ചു. അപ്പോൾ ഒരു സ്ത്രീ എൻ്റെ മുമ്പിൽ ഇങ്ങനെ സ്ത്രീയുടെ കവിള് കീറി തൂങ്ങിക്കിടക്കുന്ന കാഴ്ച കണ്ട് പാലക്കാട് തപ്പാടിയിലെ ഊരിലെ അവിടെ ഉണ്ട് 10 കുടുംബം ഉണ്ടായിരുന്നില്ല. അവർക്ക് വേണ്ടി എനിക്ക് മൂവിങ് സ്റ്റേജ് ഉണ്ട്. ഈ ബസ്സുമായിട്ട് ആ 10 കുടുംബത്തിന് വേണ്ടിയാണ് ഞങ്ങളവിടെ പോയത്. പിന്നെ 10 പേർക്ക് വേണ്ടി അവിടെ ഷോ ചെയ്തിട്ടുണ്ട്. അതൊരു പ്രത്യേക അനുഭവമായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ പോകുന്നതിന് ശേഷം അവർ മരിക്കുകയും ചെയ്തു. പിന്നെ അവർക്ക് ട്രീറ്റ്മെൻറ്റ് അറിയത്തില്ല എന്താണെന്ന്, എങ്ങനെ വന്നു എന്നറിയത്തില്ല. അങ്ങനെ ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടി പോയി. അത് സക്സസ് ആയി. ഞാനൊരു 46 വർഷമായിട്ട് ഈ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. 2 ക്രിമിനൽ കേസിൻ്റെ ഉടമയാണ് ഞാൻ. എന്താണ് ക്രിമിനൽ കേസ്? അത് ഞാൻ സമൂഹത്തിന് നന്മ ചെയ്യാൻ പോകുന്നവർക്ക് കിട്ടുന്നതാണ്. സുമേഷ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അല്ലെങ്കിലും എനിക്ക് വാർത്താ സംബന്ധമായിട്ടാണെന്ന് പറയാം. സാറിനെ പോലെ ഒരാൾക്ക് ഒരു ക്രിമിനൽ കേസ് 2 ഉണ്ടാവണമെങ്കിൽ അതിന് കാരണമുണ്ടല്ലോ. കാരണം എന്ന് പറഞ്ഞത്, ഞാൻ എൻ്റെ ക്യാൻസർ കുടൽ കട്ട് ചെയ്ത് ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വർക്കല എൻ്റെ വീട്ടിൽ അവാർഡ് കിട്ടി വീട്ടിൽ താമസിക്കുമ്പോഴാണ് പോലീസ് എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ പോയി ഹാജരാകുകയും ചെയ്തത്. സംഭവം പറഞ്ഞില്ല, ഇവിടെ നാട്ടിലുള്ള ഒരു കമ്പനിയുടെ പേര് പറയരുതെന്നും ഈ പ്രൊഡക്റ്റിൻ്റെ പേര് ഞാൻ പബ്ലിക് ഡൊമൈനിൽ പറയരുതെന്ന് കോർട്ട് ഓർഡർ ഉണ്ട്. അതുകൊണ്ട് പേര് പറയാനൊന്നും പറ്റുന്നില്ല. നമ്മുടെ നിയമത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. ഞാൻ ആ പ്രൊഡക്റ്റ് എടുത്ത് ലാബിൽ കൊടുത്തു. ഒരു കാരണവശാലും കുട്ടികൾ കഴിക്കാൻ പാടില്ലാത്ത കുറേ സാധനങ്ങൾ അതിന് ചേർത്തിട്ടുണ്ട്. ഇത് എൻ്റെ കയ്യിൽ നിന്ന് ലീക്കായി ഇവിടുത്തെ വേറൊരു ചാനലിൽ ചെന്ന് അവർക്ക് മനസ്സിലായി. അന്ന് ആ ചാനലിൽ ഓൺലൈൻ പത്രത്തിൽ ഞാൻ എഴുതുന്നുണ്ട്. അവർക്ക് മനസ്സിലായി ഇത് ഞാൻ തന്നെയാണ് എൻ്റെ പിന്നിൽ നിന്ന്. അതിൻ്റെ പേര് വരാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പേര് മറച്ചു പിടിച്ചേക്കാണ് ഫോട്ടോ എടുത്ത് എൻ്റെ സുഹൃത്ത് ഡോക്ടർക്ക് കൊടുത്തത്. ഡോക്ടർ എന്നോടുള്ള സ്നേഹം കൊണ്ട് ഗ്രൂപ്പിലിട്ട് ഇതങ്ങ് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്ത് പ്രശ്നമായി. എന്നെ വിളിച്ച് ബൈറ്റൊക്കെ ചോദിച്ച് വിളിച്ച് ചാനലുകാരും. ഞാൻ കൊടുത്തില്ല, കാരണം പിന്നെ ഇത് കുളവാക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കൊടുത്തില്ല. പക്ഷേ അങ്ങനെയാണ് അവർ വെറുതെ ഇരിക്കുമോ. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആരാന്നറിയാം, 1000 കോടി രൂപ വിറ്റുവരുള്ള ഒരു കമ്പനിയാണ്. ആരല്ല, അവർ പറഞ്ഞ ഈ കേസിന് മുമ്പോട്ട് വേണം, നിങ്ങൾക്ക് തരുന്ന മാസപടി ഞങ്ങൾ കട്ട് ചെയ്യുമെന്ന്. ആരോട്? ഇവിടുത്തെ പൊളിറ്റീഷ്യൻസിനോട്. അവരെ കൊണ്ടാണല്ലോ ഇവർ ജീവിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം പരസ്പര പൂരകമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നും അല്ല ഇതിന് പിന്നെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇടിയുമുള്ളത് രക്ഷപ്പെട്ടത്. ദിലീപിൻ്റെ കേസ് കൈകാര്യം ചെയ്ത SP ആയിരുന്നു എനിക്ക് എൻ്റെ കേസെടുത്തത്. അങ്ങർക്ക് തന്നെ അറിയാമായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു. കാരണം ഞാൻ ഈ പൊല്ലാപ്പിന് പോകുന്ന ആളൊന്നും അല്ല. ജനനന്മയ്ക്ക് വേണ്ടി ചെയ്തു. ഇപ്പോഴാണ് കേസ് നടക്കുക. എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഞാൻ പോകും. ഇപ്പോഴും കേസ് തീർന്നിട്ടില്ല? ഇല്ല, അത് തീർത്തില്ലല്ലോ അത്. പിന്നെ തല്ലുകൾ അതൊക്കെ നടക്കാൻ അത്രേ ഉള്ളൂ. അല്ല, എന്തിനാണ് സാധാരണ മജീഷ്യന്മാരല്ല, കലാരംഗത്ത് പ്രവർത്തിക്കുന്ന മിക്കവാറുമുള്ള എല്ലാ പേരും ഒരു പ്രശസ്തിക്കും പണത്തിനും വേണ്ടി പിന്നാലെ ഓടുമ്പോൾ താങ്കൾ എന്താണ് വ്യത്യസ്തനായ കാര്യങ്ങൾ? ഈ ചോദ്യം ഒരു പ്രസക്തമായ ചോദ്യമാണ്. ഞാൻ സുമേഷിനെ ശരിക്കും ഒരു അഭിനന്ദിക്കുകയാണ്. ചോദ്യം ഇങ്ങനെ ചോദിച്ചില്ലല്ലോ എന്നോർത്ത്.
ഈ കല പഠിച്ചപ്പോൾ എൻ്റെ മുമ്പ് 2 ചോദ്യമാണ് വന്നത്. ഒന്നുകിൽ കല കൊണ്ട് നിങ്ങൾക്ക് സമ്പന്നനാകാം, അങ്ങനെ സമ്പന്നനായ ഒരാളാണല്ലോ അവിടെ ഉള്ളതല്ല ഈ കല കൊണ്ട്. അല്ലെങ്കിൽ ഈ കല കൊണ്ട് നിങ്ങൾക്ക് സാമൂഹ്യ പരിവർത്തനം നടത്താം. നിങ്ങൾ എന്താണ് തീരുമാനിക്കുന്നത്? എന്നോട് തന്നെ ഞാൻ ചോദിച്ചതാണ്, മനസാക്ഷിയോട് ചോദിച്ചത്, ഞാൻ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ എൻ്റെ സാമൂഹിക ചുറ്റുപാടും എൻ്റെ തോട്ടും പറഞ്ഞു ഇതുകൊണ്ടൊരു സാമൂഹിക പരിവർത്തനം നടത്താൻ പറഞ്ഞു. ഈ സാമൂഹിക പരിവർത്തനം നടത്തിയാണ് എനിക്ക് ഉയരങ്ങളിലെത്താൻ പറ്റാതെ വന്നത്. ഒരു ലിമിറ്റേഷനുണ്ട്. പക്ഷേ അതുകൊണ്ടൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഞാനൊരു അവാർഡ് കിട്ടിയ വീട്ടിലാണ് വർക്കല താമസിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അസുഖം വന്നു. ആ സമയത്ത് എന്നോടൊപ്പം ഈ സമൂഹം എന്നെ ചേർത്ത് പിടിച്ചു. 38 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നു. എൻ്റെ ട്രീറ്റ്മെൻറ്റ് എനിക്ക് 30 ലക്ഷം രൂപ മതിയായിരുന്നു. 5 ലക്ഷം രൂപ കൊണ്ട് ഞാൻ സാമൂഹ്യ പ്രവർത്തനത്തിന് വീണ്ടും ചെയ്ത് അതിൻ്റെ പ്രൊഫഷനിലേക്ക് കൊണ്ടത്. എന്നെ സംബന്ധിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് ഡോറ് തുറന്നു തരാൻ ആളില്ല, ഞാൻ തന്നെ ഡോറ് തുറന്നിറങ്ങണം. ഈ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോകണം. പിന്നെ എനിക്ക് കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമാണ്. ഞാനിപ്പോൾ സ്കൂൾ ഷോ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായി. അത് കാരണം ഞാൻ എത്ര കുഞ്ഞുങ്ങളെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ വഴിതിരിച്ച് നേരാ മാർഗത്തിലോട്ടൊക്കെ വിട്ടിട്ടുണ്ട്. എനിക്ക് സന്തോഷമാണ്. ഷോ കഴിയുമ്പം പിള്ളേർ വന്ന് പറയുന്നത്, അധ്യാപകരൊക്കെ ഒന്ന് പറയുന്നതൊക്കെ വലിയ സന്തോഷമാണ്. ഞാൻ നേരത്തെ മൂവി സ്റ്റേജായിരുന്നു. തിരുവനന്തപുരത്തിൻ്റെ പ്രോഗ്രാം കാസർഗോഡ് വരെ പോകുമ്പോൾ 100, 150, 200 ഷോ കാണും. ഒരു 50-60 ഷോ കഴിയുമ്പോൾ നാക്ക് കുഴഞ്ഞു പോകും. കാരണം ഇത് ഒരു ദിവസം അല്ലല്ലോ. ഒരു ദിവസം 4-3 എണ്ണമൊക്കെ ഉണ്ട്. റോഡിലാണ് ഷോ ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു മൂവിങ് സ്റ്റേജ് എൻ്റെതായിരുന്നു. 10 പേര് കൂടുന്നിടത്ത് ഈ പ്രോഗ്രാം വണ്ടിയൊക്കെ തുറന്ന് പാട്ട് വെക്കുമ്പോൾ 100, 200, 500, 1000 പേര് കൂടിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിന് ഞാൻ സർവേ നടത്തി. ഒരു പ്രയോജനപ്പെട്ടില്ല ആ പ്രോഗ്രാം. ലക്ഷങ്ങൾ മുടക്കിയ കമ്പനികൾ സർക്കാരിനൊക്കെ ഒന്നും റിട്ടേൺസ് കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. എനിക്ക് തിരിച്ച് കൊടുക്കണം അത്. അതുകൊണ്ട് ഞാൻ ആ റോഡ് ഷോ നിർത്തി. എൻ്റെ ബസ്സും വിറ്റു. ബസ് ഫ്രീ ടാക്സ് ബസ്സായിരുന്നു, ടാക്സ് അടയ്ക്കേണ്ടാത്തൊരു ബസ്സായിരുന്നു. ബസ് വിട്ടിട്ട് ഞാനിപ്പോൾ നേരെ സ്കൂളിലോട്ട് കയറി ചെന്നു. എനിക്കൊരു വാം വെൽക്കമായിരുന്നു. 2 മണിക്കൂർ ലൈറ്റും സൗണ്ടും 10,000 വാട്ട് സൗണ്ട് സിസ്റ്റം ഉണ്ട്. ഒരു സിനിമ കാണുന്ന പോലെ എൻ്റെ ഷോ കാണാം. അത് ഒത്തിരി ഗുണം അവർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എടുത്തിരിക്കുന്ന ജങ്ക് ഫുഡിനെതിരെ ഒരു സമരം എന്ന് പറയുക യജ്ഞം തന്നെയാണ്. അല്ല, ഈ ജങ്ക് ഫുഡ് നമ്മൾ സ്വാഭാവികമായിട്ടും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മളും ജങ്ക് ഫുഡ് കഴിക്കുന്നവരാണ് വല്ലപ്പോഴും. അതിൻ്റെ ദൂഷ്യവശം മനസ്സിലായപ്പോഴാണ് അത് കുറച്ച് കൊണ്ടുവന്നത്. അപകടം. പക്ഷേ ഇപ്പോൾ ഈ ഫ്രൈഡ് ചിക്കനൊക്കെ ഉണ്ടല്ലോ, ഈ ഫ്രൈഡ് ചിക്കൻ്റെ ഷോപ്പിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പുറത്തൂടെ പോകുമ്പോൾ തന്നെ ഗ്ലാസ് ആണല്ലോ, അവിടെ ഈ 2 വയസ്സും 3 വയസ്സുമായ കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ട് അവരിത് ശീലിപ്പിക്കുകയാണ്. കുട്ടികൾക്ക് അവർക്ക് ഇത് എൻ്റെ മകൻ കഴിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ മകൾ കഴിക്കുന്നത് അവന് ഈ ഫ്രൈഡ് ചിക്കൻ ഇല്ലാതെ ശരിയാവില്ല, അല്ലെങ്കിൽ അവൻ പെപ്സി അല്ലാതെ കുടിക്കില്ല എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജിൻ്റെ പ്രശ്നമാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണോ? അല്ലല്ല, അവർക്കറിയാം. ഇതാർക്കും അതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത, അറിഞ്ഞുകൊണ്ട് അവരെന്നെ ഇതിനകത്ത് പോയി ചാടുകയില്ലേ? അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേക പ്രധാനം ഇത് നമുക്ക് വിവേകം എന്ന് പറയും. തിരിച്ചറിവ്. എന്തുപയോഗിക്കാൻ പാടില്ല. ഈ തിരിച്ചറിവിൻ്റെ കുറവ് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഈ തിരിച്ചറിവ് ഞാൻ കുട്ടികൾക്കുണ്ടാക്കി കൊടുക്കുകയാണ്. കാരണം ഇതിനകത്ത് അപകടങ്ങൾ ഇപ്പോഴത്തെ ജങ്ക് ഫുഡിൻ്റെ ഏറ്റവും വലിയൊരു മെഡിക്കൽ റിപ്പോർട്ടൊക്കെ വന്നിരിക്കുന്നത് ഒബിസിറ്റി കൂടുതലാണ്. ഇത് കഴിച്ചാൽ വണ്ണം വെക്കുന്നവർ സാധാരണ വണ്ണം വെക്കുന്നതല്ല, ഒരു വയറാണ് ചാടുന്നത്. ഈ വയറ് ചാടുന്നതിൻ്റെ ഏറ്റവും വലിയ അപകടം ഈ കുടലിനകത്തുള്ള പ്രവർത്തനത്തെ മന്ദീപിക്കുകയും പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയാണ്. ഇവർക്ക് കോളൻ ക്യാൻസറിന് സാധ്യത വളരെ കൂടുതലാണ്. കേരളത്തിലെ ഞാൻ ഒരുപാട് മെഡിക്കൽ ജേണലൊക്കെ വായിക്കാറുണ്ട്. അതിനകത്തൊക്കെ പറഞ്ഞ് കേരളത്തിലെ കുട്ടികളെക്കുറിച്ച് ആശങ്കയാണ്, വളരെ ആശങ്കയാണ്. സുമേഷ, ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ സ്ഥലവും പേരും ഹോസ്പിറ്റലും ചോദിക്കരുത്. ഇല്ല. ഒരു ഹോസ്പിറ്റൽ 2500 കോടി രൂപയ്ക്ക് ഒരു മൾട്ടിനാഷണൽ കമ്പനി വിലയ്ക്ക് വാങ്ങിച്ചു കേരളത്തിലെ. അവർക്ക് ആതുര സേവനം അല്ലല്ലോ. വരാൻ പോണ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം പ്രശ്നമാണെന്ന് മനസ്സിലായി ഈ കുഞ്ഞുങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ കോടികൾ മുടക്കിയിരിക്കുന്നത്. ഇവിടുന്ന് സുമേഷ് കാസർഗോഡ് വരുന്നത് സഞ്ചരിച്ചാൽ അറിയാം. മിക്കവാറുള്ള ഹോസ്പിറ്റലിലൊക്കെ മൊഴി കാണാം ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, ക്യാൻസർ സെൻ്റർ എന്ന് വരും. കാരണം ഇതൊക്കെ ഈ കുഞ്ഞുങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. ഇതിൻ്റെ മോചനം വേണ്ടേ? അല്ല, അതിനൊരു മോചനം ഉണ്ടാവും. കാരണം ഈ പറയുന്ന ജങ്ക് ഫുഡാകട്ടെ അല്ലെങ്കിൽ ഈ ശംഭു, പാൻപരാഗ് അതുപോലെയുള്ള സംഭവങ്ങളാകട്ടെ, ഇതെല്ലാം വമ്പൻ മുതലാളിമാരുടാണ്. ഈ വമ്പൻ മുതലാളിമാർക്ക് ഭരണകൂടവുമായി ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. രാഷ്ട്രീയക്കാരുടെ നിലനിൽപ്പ് തന്നെ ഇതുപോലെയുള്ള നേതാക്കന്മാർ, ഈ ഒരു വ്യവസായികളുടെ ഒരു സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ വരുമ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് പൂർണ്ണമായി നിർത്തലാക്കാൻ ഒരുപാട് വഴികളുണ്ട് സുമേഷ്. ഒരു 2 പാക്കറ്റ് വിറ്റാൽ 200 രൂപ കിട്ടുമെന്ന് ആഗ്രഹിക്കുന്ന ചില കടക്കാരുണ്ട്. അവൻ ആ 200 രൂപ കൊണ്ടാണ് വൈകുന്നേരം കഴിക്കുന്നത്. ഇവനിരിക്കുന്ന കസേരയുടെ അടിയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ആ കസേരയുടെ കുഷ്യൻ കാണാൻ അടി കാണും. ഇവനെയാണ് പോലീസ് പൊക്കിക്കൊണ്ട് പോകുന്നത്. അതേസമയത്ത്
ടണ്ണ് കണക്കിന് ഇതുണ്ടാക്കുന്ന കമ്പനികളുണ്ട്. എന്തുകൊണ്ട് ഈ ഭരണകൂടം അവർക്കെതിരെ വിരൽ ചൂണ്ടുന്നില്ല? അവർ നിങ്ങൾ ഇങ്ങോട്ട് അയച്ചാൽ, ഈ സാധനം കേരളത്തിലേക്ക് അയച്ചാൽ നിങ്ങളുടെ കമ്പനിക്കെതിരെ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കുന്ന ഒരു ഭീഷണിപ്പെടുത്തുമോ, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ബന്ധപ്പെട്ടത് നിർത്താനുള്ള ഏർപ്പാട് ചെയ്യണം. അതിവർ ചെയ്യുന്നില്ല. അത് ചെയ്താൽ മാത്രമേ ഇങ്ങോട്ട് ഈ സാധനം വരുന്നത്. ഇപ്പം പേപ്പർ പടം വരുന്നു, ന്യൂസ് വരുന്നു, ചാനലിൽ വാർത്ത വരുന്ന ആകെപ്പാടെ ജഗപുക അവിടെ പിടിച്ചു, ഇവിടെ പിടിച്ചു. ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെ പിടുത്തമില്ല. അപ്പോഴും മറ്റേ അവർ ഇങ്ങോട്ടുള്ള ഇറക്കുമതി കുറച്ച് നേരം നിർത്തി വെച്ചു. പിന്നെ അവർ പറയുന്നത് ഞങ്ങൾ റെഡിയായി, നിങ്ങൾ വാങ്ങിച്ചോളാം. ഇത് നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഇത്. ഇതിനൊക്കെ പുറകെ ഞാൻ കുറേ നടന്നതാണ്. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് നടന്നാൽ പറയാനില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ്. എൻ്റെ പിന്നെ വേറെ പുറകെ ശക്തികളൊന്നുമില്ല, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ച് ഭീഷണികളൊക്കെ ഇടയ്ക്ക് വന്നു. അങ്ങനെയൊക്കെ ഇങ്ങനെ അങ്ങ് പോണു. ഈ പ്രധാനമായിട്ടും നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് ജയിൽ. ജയിലിൽ താങ്കൾ സ്ഥിരമായി പല പരിപാടി അവതരിപ്പിക്കാൻ പോകുന്നതാണ്. ആ ജയിലിലെ അനുഭവം എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും. ഞാനൊരു കലാകാരനായി അറിയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. എന്തെല്ലാം സാധ്യതകൾ എനിക്കുണ്ടെന്നറിയാം. ഇപ്പം പെട്ടെന്ന് സുപ്രഭാതത്തിൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ചെന്നാൽ എന്നെ അങ്ങോട്ട് കയറ്റി വിടത്തില്ല. മറിച്ച് എനിക്കൊരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ, സാറേ പ്രോഗ്രാമാണെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ അറിയുമല്ലോ ഇങ്ങനെയാണെന്ന്. അപ്പം എൻ്റെ വണ്ടിയിൽ പേര് വെക്കുന്നുണ്ട്. ചെന്നാൽ ഗേറ്റ് തുറന്നിട്ട് നമ്മളകത്ത് കയറി, ഈസിയാണ് കയറി പോകാം. സ്റ്റേജ് സെറ്റ് ചെയ്യാൻ വേണ്ടി അടിച്ചതെല്ലാം കഴിയുമ്പോൾ ഞാൻ തടവുകാരൊക്കെ വെളി വരും. ഞാൻ അവരോട് സംസാരിക്കും. എനിക്കിതൊക്കെ ഞാനിപ്പോഴൊരു വിദ്യാർത്ഥിയാണ്. ഞാനൊരു 86 അമേരിക്കയിൽ നിന്നൊരു മജീഷ്യൻ വന്നിട്ട് ഞങ്ങൾക്ക് ബോഡി ലാംഗ്വേജ് ക്ലാസ് എടുത്ത്, എന്താണ് ശരീരഭാഷ, ഒരു കലാകാരന് ആവശ്യമുള്ള ശരീരഭാഷ എന്താണ്, അത് പഠിച്ചാൽ ഇപ്പോൾ ജീവിച്ചിരിക്കും ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അത് 86 മറ്റുള്ളവർക്ക് പ്രായം നിന്ന് മരിച്ചത്. അപ്പോൾ ഇതൊക്കെ വെച്ച് ഇവരെ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ പോകും. ശരിക്കും പറഞ്ഞാൽ അതൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. ഞാൻ ഏത് ജയിലിൽ പരിപാടിക്ക് പോയാലും ഒരു 6-7 മണിക്കൂർ മുമ്പ് ചെല്ലും. എനിക്ക് 1 മണിക്കൂർ മുമ്പ് എന്നാൽ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് പോകാം. പക്ഷേ ഇത് പഠിക്കണം എനിക്ക്. അങ്ങനെ പഠിച്ചപ്പോഴാണ് അയാളുടെ പേര് ഞാൻ മറന്നുപോയി, ഒരു തടവുകാരനെ പരിചയപ്പെട്ടാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങളെയൊക്കെ പോലീസുകാർക്കൊക്കെ അറിയാം, ഞങ്ങളാണ് മോട്ടിച്ചേണ്ട് ഇറങ്ങി പോകുന്നതെന്ന് അവർക്കറിയാം. പക്ഷെ തിരിച്ചറിയാനുള്ള കാരണം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ മാനർസങ്ങളുണ്ട്, ഓരോ ചില ലക്ഷണങ്ങൾ വെച്ചിട്ട് അവർ പോവുള്ളൂ. അത് ഒരു കള്ളൻ എന്നോട് പറഞ്ഞ് അയാൾ ഈ കഴുക്കോലിൻ്റെ ഇടയ്ക്ക് കയറി കിടക്കും പകല്. അതൊക്കെ ഓറഞ്ച് മതി, മറ്റേ ആഹാരം കൊണ്ടു നടക്കാനൊക്കെ കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് ഡിസ്പോസ് ചെയ്യാൻ. അപ്പോൾ അയാൾ ഓറഞ്ച് കഴിക്കുന്ന ആളാണ്. അയാൾ കഴിച്ചിട്ട് 2 അല്ലി അറിയാതാണ് പോയാൽ അവിടെ കിടക്കും. ഇത് പോലീസുകാർക്കറിയാം. എല്ലാ പോലീസുകാർക്കും ഓരോ കള്ളനെ പിടിക്കുമ്പോൾ അറിയാം ഇത് ഇന്നയാളാണ്. അതുകൊണ്ട് പിന്നെ പലപ്പോഴും ഇവർ നമ്മൾ സൗഹൃദങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊരു രസകരമായ ഒത്തിരി അനുഭവങ്ങൾ. അതുപോലെ കോഴിക്കോട് ഞാനൊരു നേഴ്സ് അവയർനെസ് പ്രോഗ്രാമായിട്ട് പോവാണ്. അവിടെ ബംഗ്ലാദേശ് കോളനി എന്ന് പറയുന്ന കോളനി ഉണ്ട്, ബംഗ്ലാദേശ് കോളനി. അപ്പോൾ ഈ ജില്ലാ മെഡിക്കൽ ഓഫീസർമാരും ആ ടീമാണ് ഞങ്ങൾക്ക് ഈ പ്രോഗ്രാം ചാർട്ട് ചെയ്ത് തരുന്നത്. എവിടെ എന്താണെന്ന് നമുക്കറിയത്തില്ല, നമുക്ക് ചാർട്ട് വരും. അത് നോക്കുമ്പോൾ ഇന്നടത്ത്. അപ്പോൾ ബംഗ്ലാദേശ് കോളനി എന്ന് പറഞ്ഞപ്പോഴത്തേന് അവിടെ നിന്നൊക്കെ ചിരിക്കുന്നത്, കാരണം അവിടെ ആരും അങ്ങനെ പോകത്തില്ല. അപ്പോൾ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കേരളം മൊത്തം ഇങ്ങനെ കയറി നടക്കുകയല്ലേ. അപ്പോൾ ബംഗ്ലാദേശ് കോളനിയോട്ട് പോകാമെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞ ഡ്രൈവറോട് നമുക്ക് ബംഗ്ലാദേശ് കോളനി പോകാം. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനും അവിടെ സ്ത്രീകളൊക്കെ മുണ്ടും കയറ്റി കുത്തി നിൽക്കുകയാണ്. ആ ഒരു മനുഷ്യനകത്ത് കയറ്റത്തില്ല. ഞാൻ പറഞ്ഞു അന്ന് ഏഴ്സ് അവയർനെസ് ഇതിനെക്കുറിച്ചൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോവാം. ഇത്ര മാജിക്കൂടെ ആകുമ്പോൾ അതിനകത്ത് രസകരമായ കുറേ എലിമെൻ്റൊക്കെ ഉണ്ട്. അങ്ങനെയായി ഞാനകത്ത് കയറിയത്. അല്ലാതെ വിളിച്ചെന്നാൽ അവർ കയറത്തില്ല. ഞാനിവിടെയൊക്കെ രാജാജി നഗറിലൊക്കെ ഞാൻ പോയി കയറുന്ന പ്രോഗ്രാം ചെയ്യുന്നതാണ്. എനിക്കിതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കലാകാരനായി ഞാൻ അഭിമാനം കൊള്ളുകയാണ്. കാരണം അതിന് കിട്ടിയൊരു മൈലേജ്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഈ മജീഷ്യൻ എന്ന് കേൾക്കുമ്പോൾ കേരളത്തിലെ പല പ്രമുഖരായ മജീഷ്യന്മാരെയാണ് ഓർമ്മ വരുന്നത്. അവരുടെ ഒരു ജീവിത രീതിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല താങ്കളുടേത്. അത് വ്യത്യസ്തമാണ്, വളരെ വ്യത്യസ്തമാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം ഇത്രയും നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കല കയ്യിലുണ്ടായിട്ടും അത് ഉപയോഗിക്കാതെ ഇതുപോലെ സമൂഹത്തിന് വേണ്ടി നടക്കുന്ന ഒരാളിനെ നമുക്ക് ഒരു അത്ഭുതത്തോടു കൂടി നോക്കേണ്ടി വരും. അങ്ങനെയാണ് ഞാൻ സാറുമായിട്ട് കൂടുതൽ അടുക്കാൻ കാരണം. അല്ല, എന്നെ അടുക്കുന്നവർക്കൊക്കെ അറിയാം, എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം ഞാൻ ഈ സ്റ്റൈലാണ്. ഇന്ന് വരെ ഞാൻ ഈ പ്രോഗ്രാം പോകുന്നിടത്ത് റോട്ടറി ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബ് ഇവിടെയൊക്കെ പ്രോഗ്രാമൊക്കെ പോകാറുണ്ട്. നേരത്തെ ഇന്നൊരാരും എനിക്ക് മദ്യം ഒഴിച്ചത് തന്നിട്ടില്ല. എന്തോ അവർക്ക് എന്നെ അറിയാൻ കണ്ടാ അറിയാമായിരിക്കും. പക്ഷെ ഉപയോഗിക്കുന്നത് ഇല്ല. ഞാൻ തൊട്ട് നോക്കിയില്ല. ഇല്ല. ഒന്നും ഒരു ലഹരി. എന്റെ ലഹരി എന്ന് പറഞ്ഞാൽ ഈ സാമൂഹ്യ പ്രവർത്തനം. സാധാരണ നമ്മൾ കൗമാര പ്രായത്തിലൊക്കെ നമ്മൾ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ ത്വരയുള്ളൊരു മനസ്സായിരിക്കും. അങ്ങനെ പോലും ഉണ്ടായിട്ടില്ല. ഇല്ല. എൻ്റെ കൂട്ടുകാർക്ക് നാട്ടുകാർക്കൊക്കെ എന്നെ അറിയാം. എൻ്റെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ചടങ്ങൊക്കെ വരാണ് എന്നെ അവിടെ ആദരിക്കാറുണ്ട്. കാരണം ഞാൻ പണ്ട് അന്ന് ഇതുപോലെ നാട് നട്ടാശ്ശേരി, കോട്ടയം ചവിട്ടുവരില്ല. മനോജ് ജയൻ്റെ അമ്മ എൻ്റെ ടീച്ചറായിരുന്നു. മനോജിൻ്റെ ജയൻ്റെ ചേട്ടൻ എൻ്റെ ക്ലാസ്മേറ്റ്. മനോജ് എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചതാണ്. ഈയിടെ അവിടെ ഒരു സ്കൂളിൻ്റെ 125 വാർഷികത്തിന് എന്നെ വിളിച്ച് ആദരിക്കുകയൊക്കെ ചെയ്തതാണ്.
അതിനു മുമ്പ് എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് എന്നെ ആദരിച്ചു. ഞാൻ അവർക്ക് പാലം പടന്ന് കൊടുത്തിട്ടില്ല, മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി കൊടുത്തില്ല. പക്ഷേ സംഭവം ഞാൻ അവരുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാളാണ്, അതവർക്കറിയാം. പിന്നെ ഒരു ട്രാവലർ ഞാനൊരു 17 വർഷം ഞാൻ തന്നെയാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഈ പരിപാടിക്ക് പോകുന്ന എൻ്റെ പേരെ കരുതി വണ്ടി അവിടെ ചെല്ലുമ്പോൾ അവർ ട്രൈവറിലെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞാൽ ഈ 1500 രൂപയാണ് നിങ്ങളുടെ മേടിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കാൻ, 1500 രൂപയാണ് നിങ്ങൾക്ക് കുറച്ച് തരികയാണ്. അപ്പം അത്രത്തോളം ഇത് എത്തേണ്ടടുത്ത് എത്തണം. അതാണ്. അതുപോലെ ഈ സാധാരണ അന്നത്തെ കാലത്തൊക്കെ ഈ മാജിക് എന്ന് പറയുമ്പോൾ അതൊരു അന്ന് നമ്മൾ ഈ തെരുവിലൊക്കെ കാണിക്കുന്ന ഒരു കലയായിട്ടാണ് മാജിക്കിനെ കണ്ടിരുന്നത്. 40-45 വർഷം മുമ്പുള്ള കാര്യം. ഇന്നാണ് അതൊരു പ്രൊഫഷണൽ ഒരു എന്താണ് ഒരു വെള്ളി തിളക്കമുള്ള ഒരു ഇതിലേക്ക് വന്നത്. അപ്പോൾ അന്നൊക്കെ ഈ മകൻ ഈ രംഗത്തേക്ക് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ അച്ഛനമ്മമാരൊക്കെ അവർക്കൊരു എതിർപ്പുണ്ടായിരുന്നില്ലേ? എതിർപ്പുണ്ടായി. ഞാൻ അങ്ങനെ നാട് വിട്ടു പോയാളാ, എതിർപ്പോട്ട് നാട് വിട്ടു പോയതാ, പഠിക്കാൻ സമ്മതിക്കാത്ത. അതെ. പിന്നെ അവർക്ക് ഇതിനെ അവരുടെ മനസ്സ് എത്ര വികസിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതൊരു വൃത്തികെട്ട കലയാണെന്നുള്ള ധാരണ. പക്ഷേ ഇത്രയും പവിത്രമായ കല വേറെ ഇല്ല. പിന്നെ കോട്ടിട്ട് ജോലിയാവുന്ന വേറൊരു കലയില്ല. കോട്ടിട്ട് ജോലി ചെയ്യാമല്ലോ, അതൊക്കെ വലിയ കാര്യം, പ്രത്യേകമല്ലേ. പിന്നെ ഈ രംഗത്ത് വന്നപ്പോഴാണ് എൻ്റെ മുട്ടടിച്ചത്. ഞാൻ ഈ രംഗത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ലക്ഷങ്ങളുടെ പരിപാടിയാണ്, അയ്യോ ഇതിനകത്ത് എനിക്ക് പറ്റത്തില്ല. അങ്ങനെ ആദ്യമൊക്കെ ഞാൻ എൻ്റർടൈൻമെൻറ്റ് വെച്ച് നോക്കിയപ്പോഴത്തേനും അത് ഓരോ വർഷവും ഒരു 6 മാസം കൂടെ അപ്ഡേറ്റ് ചെയ്യണം, ടെക്നോളജി മാറുന്ന നമ്മൾ മാറണം. ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഈ അവയർനെസ്സിലോട്ട് പോയി. അവയർനെസ്സിൻ്റെ പ്രത്യേക ഗുണം എന്ന് പറയുന്നത് വായന, അതിൻ്റെ മുതൽക്കൂട്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ വായനയിലെ അറിവിലുമാണ്. ആ വായിക്കുക. ഞാൻ 300ഓളം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, 7 പുസ്തകം എഴുതിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 70% സ്കൂൾ ലൈബ്രറിയിൽ എൻ്റെ ബുക്സ് ഉണ്ട്, എല്ലാം റെഫറൻസ് ബുക്കുകളാണ്. അതുപോലെ ഞാൻ എഴുതിയ ലേഖനങ്ങളുടെ കളക്ഷനാണ് ഈ കലയും കലാപം എന്നും പറഞ്ഞ എൻ്റെ ഒരു ബുക്കുണ്ട്. അത് 4ാമത്തെ പതിപ്പ് ഇറങ്ങി, 5ാമത്തെ പതിപ്പ് ഇറങ്ങാൻ പോകണം. എന്താണ് അതിൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയ ലേഖനങ്ങളുടെ കളക്ഷനാണ്. അതിന് 100 വർഷം കഴിഞ്ഞാലും ആ ലേഖനങ്ങളുടെ കളക്ഷൻ അതിൻ്റെ പ്രസക്തി മാറത്തില്ല, അങ്ങനത്തെ ഒരു ലേഖനമാണ്. അത് ഈ മദ്യം, മയക്ക് വെറുതെ, പുകവലി, ക്യാൻസർ, ജങ്ക് ഫുഡ്, നാളത്തേക്ക് വേണ്ടി ജലം എങ്ങനെ കരുതി വെക്കാം. സുമേഷ് ഒരു 15 വർഷം കഴിയുമ്പോൾ എൻ്റെ ലേഖനത്തിലുണ്ടത്. 15 വർഷം കഴിയുമ്പോൾ നമ്മുടെയൊക്കെ വീട്ടുപടിക്കൽ വരും. വെള്ളം വേണോ, ഒരു പാക്കറ്റ് ഇത്ര രൂപ വരാൻ പോണതാണ്. ഇവിടെ 140 പോഷകനദികളും 140 നദികളും പോഷകനദികളും 20 ലക്ഷം കിണറും 20ഓളം ശുദ്ധജല തടാകങ്ങളും ഉള്ള സുലഭമായ 6 മാസം മഴ ലഭിക്കുന്ന ഈ സംസ്ഥാനത്ത് വരാൻ പോണ ദുരിതത്തിൻ്റെ നേർക്കാഴ്ചയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഒരു 10-25 വർഷം മുമ്പൊക്കെ മിനറൽ വാട്ടർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതമുണ്ടായിരുന്നു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ ഇതുപോലെ കുപ്പിവെള്ളം നമ്മൾ വാങ്ങി കുടിക്കേണ്ടി വരുമെന്ന്. അതുപോലെ സാർ പറഞ്ഞതുപോലെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരാൻ പോവാണ്. എൻ്റെ ഈ ബുക്കിനകത്ത് 2 ലേഖനം അതാണ്. അത് പഠനാർഹമായ ലേഖനമാണ്. അത് ഞാൻ പഠിച്ചെഴുതിയ ലേഖനമാണ്. അതങ്ങനെ 2 ലേഖനമുണ്ട്. പിന്നെ ഒരു ലേഖനം എന്ന് പറയുന്നത് ആരോഗ്യ കേരളത്തിന് വേണം വിഷരഹിത ഭക്ഷണം. ഞാനൊരു 10 വർഷം മുമ്പ് ഒരു പത്രത്തിൽ എഴുതിയ ലേഖനമാണ്. ആ ലേഖനത്തിൻ്റെ പ്രസക്തി എന്ന് നഷ്ടപ്പെടത്തില്ല. അത് കാരണം ഡെയിലി മായം ചേർന്ന ഭക്ഷണം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ലേഖനത്തിൻ്റെ പ്രസക്തി എവിടെ നഷ്ടപ്പെടാൻ? അതിൻ്റെ അവസാന ഭാഗത്ത് ഒരു 2 വാചകമുണ്ട്. ഈ വാചകമാണ് ശരിക്കും പറഞ്ഞാൽ ആ പുസ്തകത്തിൻ്റെ പ്രസക്തി. ഇതിനകത്ത് ഓരോ ലേഖനവും ഔഷധമാണെന്നാണ് ഇതിൻ്റെ മുഖവര എഴുതിയ ആൾ എഴുതിയിരിക്കുന്നത്. അത് 3 മാസം കൂടുമ്പം മാർക്കറ്റിൽ നിന്നും സാമ്പിൾ എടുത്ത് സർക്കാർ ലാബിൽ പരിശോധിച്ച് അതിന് ഗുണനിലവാരം ഉറപ്പുവരുത്തണം എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ 3 മാസം കൂടുമ്പോൾ സംഭവം നടക്കുന്നുണ്ട്. 3 മാസം കൂടുമ്പം കൃത്യമായി ഈ കമ്പനികളുടെ ഷോറൂം കമ്പനികളിൽ പോയി അവർ കൊടുക്കുന്ന സാമ്പിള് ഇവിടെ കൊണ്ട് പരിശോധിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതല്ലേ ഗവൺമെന്റ് നടക്കേണ്ടത്. എന്തിലും കൃത്രിമമാണ്. അതെ. ഇതിനെതിരെയാണ് ഞാൻ ലേഖനങ്ങൾ എഴുതുകയും ഈ 2 ക്രിമിനൽ കേസിൽ പ്രതിയാവുകയൊക്കെ ചെയ്തതിന് കാരണം ഇത് തന്നെയാണ്. ഇതെനിക്ക് പറയാൻ പാടില്ല. ബാക്കി അതെ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയുമ്പോൾ അത് വലിയ രീതിയിലുള്ള അത് ഭരണകൂടം കൂടി ഇതിന്റെ ഭാഗമാകുമ്പോഴാണ് ആ വിഷയം വരുന്നത്. പക്ഷേ ഞാനത് ചോദിച്ചോട്ടെ, ഇപ്പോൾ സർക്കാർ മാറി, ഇപ്പം ഒരു രാഷ്ട്രീയമായി ഇതിനെ കാണണ്ട. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിലല്ലേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം വർദ്ധിച്ചത്, അതുമൂലമുണ്ടാകുന്ന ക്രൈം വർദ്ധിച്ചത് അല്ലേ? താങ്കൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടും ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കുന്നത് കൊണ്ടുമാണ് ഞാൻ ചോദിക്കുന്നത് അല്ലേ? ഇപ്പോൾ പുതിയ സർക്കാർ മാറി. പക്ഷേ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന എല്ലാവർക്കും അഭിനന്ദനമായിട്ടുള്ള ഒരു കാര്യമാണ് ഓപ്പറേഷൻ തൂഫാൻ. ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്തു, കിലോ കണക്കിന് പിടിച്ചിട്ട്. പക്ഷേ ഇത് ഫലപ്രദമാണോ? ഒന്നുമല്ല. ഈ ആഭ്യന്തര ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല സാറിന് എന്നെ അറിയാവുന്നതാണ്.
ഇത് കൃത്യമായിട്ട് ആ ഉണ്ടാക്കുന്ന കമ്പനിക്കാരോട് പറഞ്ഞു ഈ സാധനം ഞങ്ങളുടെ സ്റ്റേറ്റോട്ട് കൊണ്ടുപോകരുത്. അല്ല അത് അതായത് നമ്മൾ ഈ ശംഭു ഖൈനി അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമല്ല കഞ്ചാവ് പിടിക്കുന്നു. അപ്പോൾ ഈ കഞ്ചാവൊക്കെ വരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അതെ അതെ, പ്രധാനമായിട്ടും ഇപ്പോൾ പിടിച്ചെടുത്തത് കഞ്ചാവ്, MDMA അതുപോലുള്ളതാണ്. അതിന് നമുക്ക് എങ്ങനെ ഈ ഓപ്പറേഷൻ തുഫാനിലൂടെ നമുക്കത് പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും പറ്റും. പക്ഷേ ഇത് ഒന്ന് നഷ്ടപ്പെട്ടാൽ ഒന്ന് കിട്ടുള്ളൂ. ഇതിപ്പം ഗവൺമെൻറ്റിനോട് ചേർന്നെങ്കിൽ ചില കമ്പനികളിൽ നിന്ന് ഈ കഴിഞ്ഞ ഗവൺമെൻറ് ഭരിച്ചപ്പോൾ ഒരു ലോഡ് മയക്കുമരുന്ന് കരുനാപ്പള്ളി പിടിച്ചപ്പോൾ പറഞ്ഞ ലഹരി കുറഞ്ഞ വിട്ടാക്കാൻ. അതൊരു CPM നേതാവിന് അല്ലേ? ഇത് നമ്മളൊരിക്കലും ഫോണിലൂടെ സംസാരിച്ചുള്ള വിഷയമാണ്. അതെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതിൻ്റെ പിന്നിൽ നമ്മളറിയാത്ത ചില രഹസ്യ ബന്ധങ്ങളൊക്കെ ഇതിനകത്ത് കാണാം. അതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ ഇതൊക്കെ നാടിന്ന് നന്നായി പോകേണ്ടതാണ്. ഈ സ്കൂളുകളിലൊക്കെ കൂടുതലായിട്ട് പരിപാടി അവതരിപ്പിക്കാൻ പോകുന്നുണ്ടല്ലോ. അവിടെ ചെല്ലുമ്പോൾ ഈ കുട്ടികളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? അവർക്കത് മനസ്സിലാവുന്നുണ്ടോ? കൂടുതലും പ്രൈമറി സ്കൂളുകളിൽ ഇല്ല, ഞാൻ 4ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാറുള്ളൂ. അതെ, 4ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇവർക്ക് ഇതിന്റെ ദൂഷ്യവശം മനസ്സിലാകുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് ഞാൻ ഇതിന് മാജിക്കിലൂടെ വെറും മാജിക് കാണിച്ചു പോവല്ലേ എന്ന്. ഇത് മാജിക് എന്നതൊരു എലിമെൻ്റ് എന്ന് മാത്രമേ ഉള്ളൂ. കാര്യങ്ങൾ പറയാനൊരു എലിമെൻറ്റ് വേണമല്ലോ, അതിനെ ഈ മാജിക് ഉപയോഗിക്കുന്നു. മാജിക് ഒരു എൻ്റർടൈൻമെൻറ്റിനൊപ്പം തന്നെ ഈ കാര്യം പറയുമ്പോൾ ആ എൻ്റർടൈൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഒരു മെസ്സേജ് പോകുമ്പോൾ അവർ രജിസ്റ്റർ ചെയ്യുകയാണ്. പിന്നെ ഇത് അവരുടെ നല്ല ചിന്തകൾക്ക് വഴികളിക്കുകയാണ്. ഇതെനിക്ക് പലയിടത്തും ഇത് പ്രോഗ്രാം കണ്ട പല കുട്ടികൾ, ഞാനൊരു സ്കൂളിൽ ചെന്നപ്പം പറഞ്ഞു ഞങ്ങളുടെ ഒരു പൊറോട്ട മേടിക്കാൻ വന്നപ്പോൾ കഴിച്ച് ഓർഡർ കൊടുത്തപ്പോൾ കുട്ടി എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ എനിക്ക് പൊറോട്ട വേണ്ട. അപ്പോൾ അവർ ബന്ധപ്പെട്ട് പോയി തലേദിവസമൊക്കെ പൊറോട്ട കഴിച്ച കുട്ടിയാണ്. ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ സ്കൂളിലൊരു മജീഷ്യൻ വന്ന് പറഞ്ഞ് ഇതിനകത്ത് ഇങ്ങനെ സാധനങ്ങൾ ചേർന്നിട്ടുണ്ട്, കഴിക്കരുത്. പക്ഷേ ഞാനിത് സുമേഷേ, ഞാൻ ഒരു മനുഷ്യനോട് ഇത് സാധനം ഞാൻ ഉപയോഗിക്കരുതെന്ന് പറയാനുള്ള അവകാശം എനിക്കില്ല. അതിൻ്റെ വ്യക്തിപരമാണ്. അതിൻ്റെ ദൂഷ്യവശങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ അത് അവരെ തീരുമാനിക്കുന്നത് വേണോ വേണ്ടയോ. ഞാനോട് എൻ്റെ മക്കളോട് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് കഴിക്കരുതെന്ന് ഞാൻ പറയത്തില്ല, നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. ഇത് വേണോ വേണ്ടയോ, അതൊരു അവകാശമല്ലേ. അവകാശം നമുക്ക് ചോദിക്കാൻ പാടില്ല. അപ്പം ഞാൻ പൊറോട്ട തന്നെ കഴിക്കൊള്ളുന്നൊരു കുട്ടിയെന്നാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നമുക്ക് അതിൻ്റെ അപകടങ്ങൾ ചൂണ്ടിക്കാണിക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പെന്ന് പറയുന്നത് കിടക്കുന്ന കെമിക്കലിൻ്റെ പേര് ചേർത്ത് കെമിക്കൽ കിടന്ന് ഞെട്ടിപ്പോവാണ്. ഇതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ക്യാൻസർ, ഒബസിതാണ്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഈ നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ദേശീയ ഭക്ഷണം, അതായത് കേരളത്തിൻ്റെ ഒരു ദേശീയ മൃഗം, ദേശീയ പക്ഷി എന്ന് പറയുന്നത് പോലെ ദേശീയ ഭക്ഷണം തന്നെ പൊറോട്ട എന്ന് പറയാം. ഈ പൊറോട്ടയുടെ ദൂഷ്യവശം ഒന്ന് പറയാമോ? കാരണം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പൊറോട്ട കഴിക്കുന്നവരാണ്. ഗോതമ്പിൻ്റെ എൻ്റെ ലേഖനത്തിലുണ്ടത് പൊറോട്ടയെക്കുറിച്ച്. അത് ശാസ്ത്രീയമായ രീതിയിലൊരു ലേഖനമാണത്. ഗോതമ്പിൻ്റെ തവിടും കാമ്പും നീക്കം ചെയ്താൽ ബാക്കി വരുന്ന പശഭാഗമാണ് ഈ മൈദ. യഥാർത്ഥ മൈദയുടെ നിറം മഞ്ഞ നിറമാണ്. ആ മഞ്ഞ നിറത്തിലുള്ള മൈദ മാവിലേക്ക് ബെൻസോയിൻ പെറോക്സൈഡ് ചേർത്ത് ബ്ലീച്ച് ചെയ്യുമ്പോൾ വെള്ള നിറം വെള്ള നിറമാകുകയാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് അലോക്സാണ് ചേർക്കുമ്പോൾ ഒരു കണിക്ക് മറ്റൊരു മുട്ടാതിരിക്കാൻ ഒഴുകി വരും. കാരണം മൈദ മാവൊക്കെ എടുത്ത് ഒഴുകി വരികയാണ്. ഞാൻ കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ സമയത്ത് അന്ന് ഇതിനെ അമേരിക്കൻ മാവ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അമേരിക്കൻ മാവ് ചൂടുവെള്ളത്തിൽ കലക്കിയ പശയായി. അതാണല്ലോ നമ്മുടെ സിനിമയ്ക്ക് പോസ്റ്റർ ഒട്ടിക്കാൻ. ആ പോസ്റ്റർ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന സാധനം രാവിലെ അടിച്ച് പതപ്പിച്ച്, അതോ ആ ഒഴിക്കുന്ന എണ്ണ എന്ത് എണ്ണയാണെന്നോ, എത്ര നാൾ പഴക്കമുള്ള എണ്ണയാണെന്നോ, മറ്റ് പലഹാരങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം കളയാതിരിക്കുമ്പോൾ എടുക്കുന്ന എണ്ണയാണോ, നമുക്കെന്ത് തെളിവുണ്ട്? നമുക്കെന്ത് അറിയാനെക്കുറിച്ച്? അയാൾ പറഞ്ഞല്ലേ അറിയാവുള്ളൂ. ഈ എണ്ണയും ഈ മൈദ മാവും കൂടെ ചേരുമ്പോഴാണ് ഇവിടെ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നത്. ഈ മൈദ കൊണ്ടുണ്ടാകുന്ന പ്രൊഡക്റ്റുകളും ബൈ പ്രൊഡക്റ്റുകളും ദഹിക്കാൻ 8 മുതൽ 10 മണിക്കൂർ വരെ വേണം. മലയാളിയെ കാത്തിരിക്കുന്ന വേറൊരു രോഗമുണ്ട്, വരാൻ പോകുന്ന രോഗമാണ്. ഇവൻ്റെ വയറിൻ്റെ സൈഡിലെ മാംസപേശികൾ അയഞ്ഞിട്ട് ഗ്യാസ് ട്രബിള് കൂടപ്പുറപ്പാകാൻ പോവുകയാണ്. ഇത് ദഹിക്കാൻ സമയം വേണ്ടേ? ദഹിക്കാനുള്ള ഒന്ന്, നമ്മൾ ചെറുതിലെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട് ഈ ചൂല് എന്തിനാ ഉപയോഗിക്കുന്നത്. കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. ചൂല് എന്തിനാ? വീടും പരിസരം വൃത്തിയാക്കാൻ വേണ്ടി ചൂല് ഉപയോഗിക്കുന്നത്. ആ ചൂലിൻ്റെ ജോലിയാണ് ഫൈബർ നമ്മുടെ കുടലിനകത്ത് ചെയ്യുന്നത്. ആ ഫൈബറിൽ ആഹാരം കഴിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ വേറെ ഒന്നും പറയുന്നില്ല. പക്ഷെ ഈ കഴിക്കുന്ന ജങ്ക് ഫുഡിനകത്ത് എവിടെ ഫൈബർ ഇല്ല. ഒട്ടിപ്പിടിച്ചിരിക്കുക. പിന്നെയല്ലാതെ ഇത് ചൂലിൻ്റെ ജോലി ഫൈബർ ചെയ്യുന്നുള്ളതുകൊണ്ട് രാവിലെ കൃത്യമായിട്ടൊരു 6 മണി 7 മണിയാകുമ്പോൾ നമ്മളെ ബാത്റൂമിൽ പോകാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്ന പകൽ കഴിക്കുന്ന ആഹാരത്തിലെ ഫൈബറിൻ്റെ പ്രവർത്തനമാണത്. ഇന്ന് കഴിക്കുന്ന ആഹാരത്തിൽ ഞാനൊരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. ഒരു 5 ലക്ഷം അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലുണ്ട്. സുമേഷ്, ഏതെങ്കിലും ഒരു അന്യ സംസ്ഥാന തൊഴിലാളി കണ്ണാടി വെച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. സത്യമായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ താമസിക്കുന്ന അമ്പലമുക്കിലാണ്. 8 കണ്ണാടിക്കൂടുണ്ട് അവിടെ, ചെറിയ സ്ഥലത്ത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന എനിക്കൊരു ചാരിറ്റി സംഘടനയുണ്ട്. ഞങ്ങൾ കേരളം മൊത്തം കുട്ടികളുടെ സർവേ നടത്താൻ വേണ്ടി
പോവുക. അത് ഇവിടുന്ന് കാസർഗോഡ് വരെ സ്കൂളുകളിലെ നിങ്ങൾ എന്താണ് കഴിക്കുന്ന ആഹാരം, നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ ഇലക്കറി ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഇത്തരത്തിൽ അവർ ഇലക്കറികളൊക്കെ ഒരുപാട് കഴിക്കുന്നു. ഉണ്ട്. ഇവിടെ ഇലക്കറി ഇല്ലല്ലോ. വല്ലപ്പഴങ്ങാനും ഒരു മൂടി ചീര ഒരു ജംഗ്ഷനിൽ ഒരു പെണ്ണുമുള്ള വെച്ചോണ്ടിരിക്കുന്ന ആളാണ്. അതെ ഇല്ലേ? അതെ. അല്ല, പണ്ട് കാലത്തൊക്കെ നമ്മളെ വീട്ടിന്റെ വളപ്പിൽ തന്നെ ഉണ്ടായിരുന്നു മുരിങ്ങയും ഒക്കെ ഉണ്ടായിരുന്നു. ആ മുരിങ്ങയിലെ തോരൻ എത്ര പേര് മുരിങ്ങ ഇന്ന് മുരിങ്ങയിലെ തോരൻ വെക്കും എന്നുള്ളത് തോരൻ കഴിച്ചിട്ടില്ലാത്ത കുട്ടികൾ തന്നെ എത്രയോ പേര്. അത്രേ ഉള്ളൂ. അപ്പൊ അതുപോലും ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഞാൻ. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ മലയാളികളുടെ ഒരു ശീലമാണ് ചായയും കടിയും. പല സ്ഥലങ്ങളിലും ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് വട, ബജി ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഇത് ആ എണ്ണ, ഇന്നത്തെ എണ്ണ വിലയിൽ അവർക്ക് ഓരോ ദിവസവും എണ്ണ മാറാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ഈ എണ്ണ ആവർത്തിച്ച് ഉപയോഗിച്ചാൽ അത് ക്യാൻസറിന് കാരണമാകും. അത് വലിയ രീതിയിലുള്ള അതിന്റെ ഉത്തരവാദി ആരാണ്? ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? നല്ലൊരു ഭരണകൂടം ഉണ്ടെങ്കിൽ ഈ കേരളം സുന്ദര സുഭിക്ഷമാവും. ഇത്രയും പൈസ ഒന്നും ഇന്നൊരു ഹോസ്പിറ്റലിൽ കയറാൻ പറ്റത്തില്ലല്ലോ. ലക്ഷക്കണക്കിന് രൂപ വേണ്ടേ? ഇതിനൊക്കെ ഉത്തരവാദിയാണ് ഗവൺമെൻറ് അല്ലേ? ഗവൺമെൻറ് കൈയും കെട്ടി നോക്കി ഇരിക്കാൻ പാടില്ല. നിയമ നടപടി സ്വീകരിക്കണം, നിയമ നടപടി സ്വീകരിക്കണം, മാതൃകനെ ശിക്ഷിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സമൂഹത്തിലൊരു മാറ്റം ഉണ്ടാവും. ഇതിന് ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് വരണം. ജനങ്ങളുടെ എന്തുകൊണ്ട് ഗൾഫിൽ ഇവിടെ വിൽക്കുന്ന ഏതെങ്കിലും സാധനം ഗൾഫിൽ വിൽക്കാൻ പറ്റുമോ? ഞാനൊരിക്കൽ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ ഞാൻ ദുബായ് പരിപാടിക്ക് പോയപ്പോഴത്തേനും ഡോക്ടർ കൊക്കോള എടുത്ത് എനിക്ക് എന്നിട്ട് പറഞ്ഞു. ഞാൻ ഒരു സാറേ ഇത് വേണ്ട, കാരണം ഞാൻ കോളേജെതിരെ പരിപാടി നടത്തി പാലക്കാട് തന്നെ വണ്ടിയൊക്കെ കുത്തുകീറിയതാണ്. ഒരു 15-25 വർഷം മുമ്പ് പാലക്കാട് നിന്നപ്പോൾ എൻ്റെ ബസ്സിൻ്റെ ടയർ കുത്തിക്കീറി ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചു. വലിയ വിഷയമായിരുന്നു. പ്രോഗ്രാം ചെയ്താ. ഇത് കോളേജ് എന്നല്ലായിരുന്നു എൻ്റെ വിഷയം. കോളേജ് ഞാൻ ഫോക്കസ് ചെയ്ത് സിന്തറ്റിക് പാനീയങ്ങൾ അപകടമാണ് ഇതായിരുന്നു. അതിനകത്ത് പഞ്ചസാര സുബേഷിന് വേണ്ട ഒരു ദിവസം 25 ഗ്രാം പഞ്ചസാര മതി. അത്ര മതി. പക്ഷെ സുമേഷ് കഴിക്കുന്ന ചായയിലൂടെയും കടികളിലൂടെയും ആഹാരത്തിലൂടെയും മറ്റ് ജങ്ക് ഫുഡിലൂടെയൊക്കെ കഴിക്കുന്നത് കൂടി കൂട്ടി വരുമ്പോൾ ഒരു 100 ഗ്രാം മേലും ബോഡി ചെല്ലുന്നുണ്ട് ഒരു ദിവസം. പിന്നെ ഈ റെഡിമെയ്ഡ് ചപ്പാത്തി റോഡിൽ കിട്ടുന്നില്ലേ, അതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ഉപ്പും പഞ്ചസാര സമം ചേർത്ത് ഒരു പ്രത്യേക രുചിക്കൂട്ടുണ്ടാക്കി സുമേഷ് വീട്ടിൽ ചെന്ന് പൊരിച്ച് എടുത്ത എന്തൊരു ടേസ്റ്റാ ഇല്ലേ? ഇതിൻ്റെ അപകടം BP കൂടും, ഷുഗർ രോഗികളാണ്, ഷുഗറും കൂടും. ഇവരറിയുന്നുണ്ടോ ഞാൻ ഇതാ ചേർത്തിരിക്കുന്നത്? ടേസ്റ്റ് അല്ലേ? ഇങ്ങനെയുള്ളത് തേടിപ്പിടിക്കുക എന്നാണ് എൻ്റെ ജോലിയാണ്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഇത് കൂട്ടുകാരുടെ പോലും ഷെയർ ചെയ്യാറില്ല. പക്ഷേ ഇതിനെ എത്രത്തോളം നമുക്കിതിനെ നിയന്ത്രിക്കാൻ പറ്റും? സിനിമ തിയേറ്ററിൽ പോയാൽ പോലും ഈ പുകയിലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് സിനിമ തുടങ്ങുന്നതിന് മുമ്പും ഇടവേളയിലും ഇത് കാണിക്കുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ആരും അത് പിന്നീട് ഉപയോഗിക്കില്ല. പക്ഷെ അത് വീണ്ടും ഇതിനകത്ത് അഡിക്ഷനാണ്. കാരണം നിക്കോട്ടിൻ എന്ന് പറഞ്ഞൊരു പോയിസൺ ഈ ബ്ലഡിൽ ചെന്ന് കഴിഞ്ഞാൽ 44 മണിക്കൂർ കഴിയാൻ കാത്തിരിക്കും. ഇത് വീണ്ടും അടുത്ത കഴിക്കാൻ വേണ്ടി നമ്മൾ പ്രേരിപ്പിക്കും. ആ ഒരു ടെൻഡൻസി, അഡിക്ഷൻ ഈ നിക്കോട്ടിനുണ്ട്. ആ നിക്കോട്ടിൻ വീണ്ടും നമ്മൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് മാറാനുള്ള ഏക മാർഗം ഒത്തിരി മാർഗങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നിന്ന് മാറാനുള്ള മാർഗം ക്ഷമിക്കാനുള്ള മനസ്സ് വേണം. 48 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ടെൻഡൻസി വരും, ഒരു വിഡ്രോവൽ സിംറ്റം കാണിക്കും. ഈ സമയത്തൊക്കെ പിടിച്ചു നിൽക്കാനൊക്കെ കഴിവുണ്ടെങ്കിൽ കുറച്ച് ഈ നിക്കോട്ടിൻ അളവ് കുറഞ്ഞു വരും. ഇതിനുള്ള സഹനശക്തി പലർക്കും കാണത്തില്ല. ഇതിനൊരു ആ വിഡ്രോവൽ സിംറ്റം ചെറിയ രീതിയിൽ കാണിക്കുമ്പോൾ എവിടെയെങ്കിലും മേടിച്ച് ഉപയോഗിച്ചു ആ ഒരു ടെൻഡൻസി നമ്മൾ മാറ്റിയെടുക്കണം. അതുപോലെ തന്നെ മദ്യം ഒരു ഭാഗത്ത് ഉൽപ്പാദിപ്പിച്ച് സർക്കാർ തന്നെ വിൽക്കുന്നു, മറുഭാഗത്ത് മദ്യത്തിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് സർക്കാർ തന്നെ ബോധവൽക്കരണം നടത്തുന്നു. ഈ വിരോധാഭാസം ലോകത്തിൽ എവിടെയുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ വിരോധാഭാസം ഞാൻ ഈ മദ്യത്തിനെതിരെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതിന്ന് മദ്യം കയ്യെത്തും ദൂരത്തുനിന്ന് കയ്യെത്താ ദൂരത്തേക്ക് മാറട്ടെ. കയ്യെത്തും ദൂരത്ത് നിൽക്കുമ്പോൾ ആളുകൾ എടുക്കാൻ തോന്നുന്നു. കയ്യെത്താ ദൂരത്തേക്ക് മാറട്ടെ എന്നൊക്കെ ഉള്ള ശ്ലോകം കാണിച്ച് പിള്ളേരെ സമാധാനപ്പെടുത്തും. അല്ലാതെ എനിക്കിതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും അധികാരമില്ല, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. പിന്നെ വീട്ടിലെ പരമാവധി ഈ സാധനം കയറ്റാതിരിക്കുക. ഞാനൊരിക്കലും ഈ കഴിഞ്ഞ ആരോഗ്യ ദിനത്തിന് തൊട്ടടുത്ത മോഡൽ സ്കൂളിൽ ഒരു പ്രോഗ്രാമിന് പോയി. അന്ന് എനിക്ക് ഞാൻ പറഞ്ഞ ട്രസ്റ്റ് ഉണ്ടായിരുന്നു, CSR ഫണ്ട് വരുന്നതാണ്. ഈ ഫണ്ട് കൊണ്ട് ഗവൺമെൻറ് സ്കൂളിൽ ചെയ്യാവുള്ളതുണ്ട്. അപ്പോൾ ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ ലിസ്റ്റിട്ട് പ്രവർത്തി ചെയ്യുകയാണ്. എനിക്കൊരു പയ്യനെ കണ്ടപ്പോൾ ഒരു സംശയം തോന്നി. ഇത്രയും കുട്ടികൾ, ലക്ഷക്കണക്കിന് കുട്ടികൾ കണ്ടുവരുന്നു, ഇവരെ മാത്രം കണ്ടപ്പോൾ ഒരു സംശയം. മോനെങ്കിൽ വാടാന്ന് പറഞ്ഞ് വിളിച്ചു. പക്ഷെ ഞാൻ ആരെയും നേരിട്ട് പാടാന്ന് വിളിക്കുകയല്ല, ഞാൻ പേരെ വിളിക്കാറുള്ളൂ. വിളിച്ച് വന്നപ്പോൾ അയാളുടെ നിപ്പൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഞാൻ പതുക്കെ പോക്കറ്റ് കൈയിട്ട് നോക്കി. 4 ഷാമ്പൂവിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു. ഈ അധ്യാപനം ചെയ്യാൻ പറ്റുന്നതെന്നറിയോ?
അവൻ്റെ അച്ഛനെ വിളിച്ചിട്ട് കുട്ടിയെ പറഞ്ഞു വിട്ട് TC കോർത്ത് പറഞ്ഞു വിടും. അയാളുടെ ജോലി കഴിഞ്ഞു, അധ്യാപകൻ്റെ ആ പ്രധാന അധ്യാപകൻ്റെ ജോലി കഴിഞ്ഞു. ഈ കുട്ടി എന്ത് ചെയ്യും, ഈ അച്ഛൻ എന്ത് ചെയ്യും, ഇവനെ വിളിച്ച് വീട്ടിൽ പോയി ഈ അച്ഛൻ ഉപയോഗിച്ചുകൊണ്ട് സാധനം പാതി എടുത്തോണ്ട് വന്നാൽ മോൻ. അതെ, ഇങ്ങനെയാണ് വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക, ഇന്ന് കുട്ടികളോട് തന്നെ അപകടം പറഞ്ഞു കൊടുക്കുക. ഇത് എത്ര പേരൻസിന് റോൾ മോഡലാക്കാൻ കഴിയും? കാരണം ഇന്നിപ്പോൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. എന്ന് മാത്രമല്ല ഇവിടെ ക്യാൻസർ പേഷ്യൻസ് നമ്മൾ ഭയാനകമായ വിധം കൂടിയിരിക്കുകയാണ്. ഞാൻ പണ്ട് RCC പോകുമ്പോൾ 25-30 വർഷം മുമ്പാണ് എന്നെ RCC ട്രെയിനിങ്ങിന് പോകുന്നത്. അവിടെ നിന്ന് കൃഷ്ണൻ സാർ എന്നെ എന്നെ റെക്കമെൻഡ് ചെയ്യുന്നു. പക്ഷേ അന്ന് കുറച്ചൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇന്ന് അവിടെ ചെന്നാൽ ഒരു പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന പോലെയാണ്. ഈ 10 നിലയൊക്കെയാണ് രോഗികൾ കൂടിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇവർ ചെയ്യേണ്ടത് ആഹാരത്തിൽ നിയന്ത്രണം, എന്തും തിന്നാം എന്നുള്ള രീതിയിൽ പോകരുത്. ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്, ഒത്തിരി യാത്ര ചെയ്യുന്ന ആളാണ്. എനിക്കറിയാം എന്ത് കഴിക്കണം, എന്ത് കഴിക്കാൻ പാടില്ല, ഏത് ഹോട്ടലിൽ നിന്ന് കഴിക്കാം, ഏത് ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പാടില്ല, കൃത്യമായിട്ട് എനിക്കറിയാം. എൻ്റെ കൂടെ വരുന്ന സ്റ്റാഫ് ചോദിക്കും, സാറിന്ന് ഇവിടെ തന്നെ കയറുന്നത്. ഞാൻ പറയുന്നത് ബംഗാളിൽ നിന്ന് ഇറങ്ങാത്ത ഹോട്ടലാണ്. ബംഗാളി കയറി കൈയിട്ട് വരാത്ത ഹോട്ടൽ ഏതാ ഉള്ളത് ഇവിടെ? അപൂർവ ഹോട്ടലേ ഉള്ളൂ. ആ അപൂർവത്തിൽ ഒരു ഹോട്ടലിൽ ഞാൻ പോയി ഭക്ഷണം കഴിക്കുക. അവർക്ക് എന്നെ അറിയാം. വേറെ കയറാൻ പറ്റും. ഞാൻ കാസർഗോഡ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ഇന്ത്യൻ ഓഫീസർക്കും എന്നെ അറിയാം. പക്ഷെ എൻ്റെ കൂടെ വരുന്നവർക്ക് എന്താണ് ഗുഡൻസ് എന്ന് അറിയില്ല. പിന്നെ അവർക്ക് ഇത്ര പിടിക്കത്തുമില്ല. അവിടെ ഒരു ടിപ്പിക്കൽ ഫുഡ് മാത്രമേ അവിടെ ഉള്ളൂ, അറിയാമല്ലോ, അതേ ഉള്ളൂ. അപ്പം അതൊക്കെ അവിടുത്തെ ചപ്പാത്തി അവരുണ്ടാക്കി കൊടുക്കും ചപ്പാത്തിയാണ്. ഈ മറ്റുള്ള കടകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ റെഡിമെയ്ഡ് ചപ്പാത്തി കൊടുക്കുക. എനിക്ക് താല്പര്യമില്ല. എനിക്കൊന്നാൽ BP ഇതൊക്കെ ഉള്ളയാളാണ്. ഇതൊക്കെ രോഗം ഉണ്ടാകാൻ കാരണം എൻ്റെ ജോലി തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ ഇവിടുന്ന് ഒരു പ്രോഗ്രാം പോയാൽ കാസർഗോഡ് ചെല്ലുമ്പോൾ ഒരു പരുവാകും, പിന്നെ അവിടെ തിരിച്ചു വരിക. ഇത് തിരിച്ച് എടുക്കുന്ന ഓരോ ഫോട്ടോയ്ക്കുമാണ് എനിക്ക് പൈസ. ആ ഫോട്ടോ പോയാൽ എൻ്റെ കാശ് പോയി. പ്രോഗ്രാമിൻ്റെ ഓഡിയൻസും ഞാനും നിൽക്കുന്ന ഫോട്ടോ വേണം, പേപ്പർ വാർത്ത വേണം, സർട്ടിഫിക്കറ്റ് വേണം. ഇങ്ങനെ ഡോക്യുമെൻ്റ് കൊടുത്താൽ അതെനിക്ക് 500 ഷോയാണ് കാസർഗോഡ് വരെ പോകണമെങ്കിൽ എനിക്കൊരു ഫെബ്രുവരിക്കായിരിക്കും ഒരു ഫണ്ട് അലോട്ട് ചെയ്യുന്നത്. ഈ ഫെബ്രുവരി ഈ സാധനം പോയി ഞാൻ തിരിച്ചു വരണം. തിരിച്ചു വരുന്ന മുമ്പ് 31 മുമ്പ് കൊടുത്തില്ലേ എൻ്റെ പൈസ എല്ലാം പോയി. ഈ ഒരു ടെൻഷൻ എനിക്കുണ്ടായ ക്യാൻസർ എന്ന് പറയുന്ന സ്ട്രെസ് കൊണ്ടുണ്ടായത്. മമ്മൂട്ടിക്കുണ്ടായത് അങ്ങനെയല്ലേ? മമ്മൂട്ടിക്കെല്ലാം എന്തെന്തിനും കുറവായിരുന്നു. അപ്പോൾ ഇത്തരം മേഖലകളിൽ സ്ട്രെസ്സ് കുട്ടികളുടെ വളരെ കൂടുതലാണ്. ഞങ്ങളിപ്പോൾ ഒരു സർവേ നടത്തുന്നുണ്ട് കുട്ടികളുടെ സ്ട്രെസ്സിൻ്റെ. അപ്പോൾ അവരോട് ചോദിക്കണം, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സ്ട്രെസ് ഉണ്ടാകുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അവർ കഴിക്കുന്ന ആഹാരം എന്താണ്? ആഹാരം സ്ട്രെസ് ഉണ്ടാക്കും. ആഹാരം ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഉറക്കമില്ലായ്മയൊക്കെ അതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. ഇത്തരം വിഷയങ്ങളാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ പ്രൊഫഷണലായിട്ട് പല രാജ്യങ്ങളിലും പരിപാടി അവതരിപ്പിക്കാനുള്ള ഒരു ക്ഷണം കിട്ടിയിട്ടുണ്ട്, പോയിട്ടുണ്ട്. എവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ ഒരു നമുക്ക് തൃപ്തികരമായിട്ടുള്ള? ഗൾഫിലൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ കാര്യം മലയാളിയാണെങ്കിൽ പോലും അവിടെ കിട്ടുന്ന സ്വീകാര്യതയുണ്ടല്ലോ, അതൊരു പ്രത്യേകതയാണ്. ഭയങ്കര സ്വീകാര്യത. ഇവിടെ ഇപ്പം നമ്മളെ അങ്ങോട്ട് സ്ഥിരം കാണുന്ന ആൾക്കാരായതുകൊണ്ട് അതൊന്നും അറിയത്തില്ല. ഇപ്പോൾ വല്ലപ്പോഴേക്കല്ലേ നമ്മളെ കാണുന്നുള്ളൂ. അതുകൊണ്ട് ആ ഒരു സ്നേഹവും ബഹുമാനമൊക്കെ അവർ കാണിക്കാറുണ്ട്. ഇവിടെ ഇല്ലായ്മയുള്ളതല്ല കേട്ടോ. കലാകാരനോട് കാണിക്കുന്ന വലിയൊരു മതിപ്പ് കേരളത്തിലുണ്ട്, വെളിയിലാണെങ്കിലും കൂടുതലാണ്. പിന്നെ ഒരു കലാകാരൻ, അറിയപ്പെട്ട ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കിട്ടിയ ഒരുപാട് പ്രിവിലേജുകളുണ്ട്. അത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ. കാരണം അത് ഒരുപാട് ഏതൊക്കെ മേലെയാന്ന് പോലും പറയാൻ പറ്റത്തില്ല. ഇവിടെ ചിലപ്പോൾ RCC ട്രീറ്റ്മെൻറ്റ് പോയ സമയത്ത് കിട്ടി. പിന്നെ എനിക്ക് രോഗം വന്ന സമയത്ത് ഒരുപാട് എന്നെ ചേർത്ത് പിടിച്ചു. ഇതൊക്കെ കാണുമ്പം കണ്ണു നിറയാറുണ്ട്. കാരണം ഒരു കലാകാരൻ ചെയ്ത നല്ല പ്രവൃത്തിയുടെ പ്രതിഫലം അത്രേ ഉള്ളൂ. നമ്മൾ അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടുള്ളൂ. ചേർത്ത് പിടിക്കുക. ഞാൻ എൻ്റെ സ്റ്റാഫിനോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ എന്താ അങ്ങോട്ട് കൊടുത്താൽ നമുക്ക് തിരിച്ച് കിട്ടും. ഞാൻ അവരോടൊക്കെ ചിരിച്ചും തമാശയൊക്കെ പറഞ്ഞാണ് എൻ്റെ ഓഫീസിലൊക്കെ ഞാൻ ഒരു ദിവസം ഇവിടെ ഉണ്ടെങ്കിൽ ചിലവഴിക്കുന്നത്. അവർക്കൊക്കെ ഉണ്ട് ആ ഒരു സ്നേഹനോടുണ്ട്. നമ്മൾ അങ്ങോട്ട് കൊടുക്കണം സുമേഷ്, എന്നാലേ തിരിച്ച് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഭരണകൂടം മാറി. മുമ്പ് എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. എനിക്കും പ്രതീക്ഷയുണ്ട്. അപ്പോൾ കഴിഞ്ഞ 10 വർഷങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് രാഷ്ട്രീയത്തിലേക്ക് പോകും. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഈ സർക്കാരുമായി ചേർന്നുകൊണ്ട്, കാരണം രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു മന്ത്രി, അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം അറിയാം. കാരണം അദ്ദേഹം കഴിഞ്ഞ വളരെ ചുരുക്കം സമയത്ത് സർക്കാരിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്താണ് ഓപ്പറേഷൻ കുബേര എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവരുന്നത്. അത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്തു, പലിശക്കാരെ പൂട്ടാനായിട്ട്. ഇപ്പോൾ വന്നത് ഓപ്പറേഷൻ തൂഫാനാണ്. ഈ ഓപ്പറേഷൻ തൂഫാനിൽ പെരുമ്പാവൂരിലൊക്കെ ഈ പോലീസുകാർ എക്സൈസും ഒക്കെ വളരെ ഊർജ്ജമായിട്ട്, അവരൊക്കെ വളരെ ഉത്സാഹത്തോടു കൂടി ഈ എന്താണ് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെയും വിൽക്കുന്നവരെയും ഒക്കെ പിടിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം കഴിഞ്ഞ സർക്കാർ അതിന് തടയിട്ടത് കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ പിന്തുണ നൽകാത്തത് കൊണ്ടാണല്ലോ അവരൊക്കെ അതിന് ചെയ്യാത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സർക്കാരുമായി ചേർന്നുകൊണ്ട് പുതിയ എന്തെങ്കിലും പദ്ധതി
നല്ലൊരു പ്രോജക്റ്റ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു ശരിക്കും ഒരു സർവേ റിപ്പോർട്ടായിട്ടാണ് അത് ഞങ്ങൾ ഇതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുന്ന ഞങ്ങളുടെ ട്രസ്റ്റ് ഒരു ടീമുണ്ട് ഇതൊരു പഠനം നടത്താൻ വേണ്ടിയിട്ടുള്ള. ആ ടീമാണ് ഇതിനെക്കുറിച്ച് പഠനം നടത്തുന്നത്. ഒരു കോർഡിനേറ്റർ, ചീഫ് കോർഡിനേറ്റർ ഇറങ്ങുന്ന ഒരു ടീമുണ്ട്. അവരിതിനെക്കുറിച്ചൊരു പഠനം നടത്തുക. ഈ പഠന റിപ്പോർട്ട് നമ്മൾ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ആ പഠന റിപ്പോർട്ട് വെച്ച് ഗവൺമെൻറ് തീരുമാനം എടുത്താൽ ഒരു 5 വർഷം കൊണ്ട് ആരെങ്കിലും തലമുറ സൃഷ്ടിക്കാൻ പറ്റും. ഇതാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒരു തീമാണ്. ഞങ്ങൾ അതിന് വേണ്ടി കഷ്ടപ്പെട്ട് ഇറങ്ങുകയാണത്. ഈ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്? ഞാൻ പുറത്തുനിന്ന് സംഭാവന ഒന്നും വാങ്ങിക്കുന്ന ആളല്ല. ഈ ട്രസ്റ്റിന് CSR ഫണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് CSR ഫണ്ട് കൊടുക്കുന്നവരൊക്കെ നമുക്ക് ഫണ്ട് തരുന്നുണ്ട്. ഈ ഫണ്ട് കൊണ്ട് അവർ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഈ മദ്യം, മയക്കുമരുന്ന്, പുകവലി, ക്യാൻസർ, ജങ്ക് ഫുഡ് ഈ ഒരു തീം വെച്ചിട്ട് പ്രോഗ്രാം ചെയ്യുക. അല്ല വേറൊന്നുമില്ല. ഈ പ്രോഗ്രാം നല്ല ചിലവുള്ളതാണ്. ആ ചിലവ് ഈ CSR ഫണ്ട് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ ഗവൺമെൻറ് സ്ഥാനത്ത് എനിക്ക് കിട്ടിയത് 10 പ്രോഗ്രാമാണ്. 10 വർഷത്തിനിടയിൽ കിട്ടിയ ആ തന്ന മിനിസ്റ്റർ നല്ല മനസ്സുള്ളൊരു മനുഷ്യരായിരുന്നു. അയാൾക്ക് സുഖമില്ലാതെ ഇപ്പോൾ കിടക്കുകയാണ്, കാണാൻ പോകാൻ പറ്റിയില്ല. എന്നോട് വലിയ സ്നേഹമുള്ള ആളാണ്. രണ്ടാമരോട് പറഞ്ഞ് 10 ഉള്ളു കേട്ടോ, ഇനിയൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഈ ഗവൺമെൻറ്റിന് പ്രതീക്ഷയുണ്ട്. ഭയങ്കര പ്രതീക്ഷയാണ്. നമ്മുടെ ഈ ടീമിനകത്തുള്ളവർ 90% ആൾക്കാർ എനിക്ക് പേഴ്സണൽ ബന്ധമുള്ളവരാണ്. അപ്പോൾ അവർക്ക് തന്നെ അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് സാധ്യതയുണ്ട്. ഇന്നും രാവിലെ ഒരു മിനിസ്റ്റർ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ അതെ നമുക്ക് ഒരു സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. അത് നല്ല തുടക്കമായിരുന്നു. അപ്പോൾ എന്താണ് ഇനി മുന്നോട്ടുള്ള പ്രവർത്തനം എങ്ങനെയായിരിക്കും? പക്ഷേ എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നമുണ്ട്. ചെറിയ പ്രശ്നങ്ങളൊന്നുമല്ല, വലിയ പ്രശ്നമാണ്. കാരണം ആ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഞാനതിനെ സാക്രിഫൈസ് ചെയ്താണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആഹാരത്തിൽ ബുദ്ധിമുട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് ഞാൻ. പിന്നെ ഇപ്പം വണ്ടി ഓടിക്കാറില്ല, കാരണം പറ്റുന്നൊരു കണ്ടീഷനല്ല. എന്നാലും ഈ ജങ്ക് ഫുഡിനെതിരെയാണ് എൻ്റെ അതൊരു 25 വർഷം മുമ്പ്, 1/4 നൂറ്റാണ്ട് മുമ്പ് എടുത്തൊരു തീരുമാനം. ഇതിനെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഈ 2000 കുട്ടികൾ ഇരിക്കുന്ന സ്കൂളിൽ ഒരു ദിവസം 2 ഷോ ചെയ്യാനുള്ള ആരോഗ്യം എനിക്കില്ല. എങ്കിലും ഞാൻ 2 ചെയ്യാൻ ഇത് ഇൻ്റർവെൽ ഇല്ലാത്ത ഏക മാജിക് ഷോ എൻ്റെയാണ്. ഇൻ്റർവെല്ലില്ല, 2 മണിക്കൂറുണ്ട്, ഇൻ്റർവെല്ലും ഇല്ല. 4 മണിക്കൂർ വേണം ഒരു സ്കൂളിൽ 2 ഷോ കൊണ്ട് ചെയ്തിട്ട് ഇറങ്ങി വരാൻ. അത്രയും കുട്ടികളല്ലേ ഒരു കുടുംബം ഇതിന് രക്ഷ. ഒരു കുട്ടി ഇത് പറഞ്ഞ് എനിക്കിത് വേണ്ട എന്ന് തീരുമാനമെടുത്ത് ആ പേരൻ്റ് ഇതിന് കൂടെ നിന്നാൽ ആ കുടുംബത്തിൽ നല്ല ആരോഗ്യം ഉണ്ടാവും, നല്ല ആരോഗ്യമുള്ള ഭക്ഷണം കിട്ടും. ആരോഗ്യ കേരളത്തിന് വിഷരഹിത ഭക്ഷണം എന്നുള്ള ആ മുദ്രാവാക്യം അവിടെ നടപ്പാക്കാൻ പറ്റും. ഇത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. ഏതെങ്കിലും കുട്ടികൾ ഈ പ്രോഗ്രാം അവതരിപ്പിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ പറഞ്ഞു? തീർച്ചയായിട്ടും ഒരുപാട്. ഈ കഴിഞ്ഞിടെ നമ്മുടെ അമ്പലമുക്കൊരു സ്കൂളിൽ ഞാൻ പ്രോഗ്രാം ചെയ്തു. ക്യാൻസർ ഞാൻ കഴിഞ്ഞ് ഇറങ്ങി വന്ന ക്യാൻസർ സമയത്ത് ഞാൻ പ്രോഗ്രാം ചെയ്യുമായിരുന്നു. അങ്ങനെ കുട്ടികൾ വന്ന് ഞങ്ങൾക്ക് ഒരുപാട് അറിവ് കിട്ടി സാറേ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കൊടുക്കുന്ന അറിവ് ടിപ്പിക്കൽ അറിവുകളാണ്. കാരണം ഇവർ ബുക്ക് വായിച്ച് കിട്ടുന്ന അറിവല്ല. ഞാൻ ഒരുപാട് ഇതിനകത്ത് റിസർച്ച് ചെയ്ത് കിട്ടുന്ന ചില അറിവുകളൊക്കെ ഇവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്യണം, മോനെ ഇങ്ങനെ ചെയ്യണം, സ്നേഹത്തോട് പറയുമ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞ് തലമുറയ്ക്ക് പോകാറുണ്ട്. അവരൊക്കെ ജീവിതത്തിൽ അത് പ്രകടമാക്കിയാൽ കൊള്ളാം. പക്ഷേ പേരൻസിന് സമ്മതിക്കുന്നില്ല. ഇതാണ് സത്യം. എന്താണ്? അവരിന് അഡിക്റ്റാണ്. അഡിക്റ്റ് ആകുമ്പോഴത്തേനും കുട്ടിയോട് പറയാം നീ കഴിക്കണ്ട, ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞാലോ? അതെ, അപ്പോൾ പിന്നെ കുട്ടിക്ക് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം, ഈ കുട്ടികൾക്ക് രോഗം കൂടുതലുണ്ടാകാൻ കാരണം ലോകാരോഗ്യ സംഘടന ഒരു സർവേ റിപ്പോർട്ടാണ്. കേരളത്തിലെ കുട്ടികൾ കഴിക്കുന്ന ആഹാരത്തിന് അളവ് കൂടുതലാണ്. സുമേഷ് കഴിക്കുന്ന ആഹാരത്തിന് അളവ് കൂടുതലാണ്. സുമേഷിന് ഒരു 1800 കലോറി മതി ഒരു ദിവസം. ഒരു 5 പൊറോട്ട കഴിച്ചാൽ 1500 കലോറി അറ്റ് എ ടൈം കിട്ടുകയാണ്. ബാക്കി 200-ന് 3 നേരം കഴിക്കാൻ കിടക്കുക. അതെ, ഇതെല്ലാം വരുമ്പോൾ 2500-3000 കലോറിയായി. ഇതെവിടെ കൊണ്ട് കളയും? അത് കിടന്നിട്ട് എനർജിയായി, അത് ഫാറ്റായി കൺവേർട്ട് ചെയ്ത് ഫാറ്റ് ലിവറായി പുറത്തിറങ്ങിയെന്ന് നോക്ക്. ഒരു 70% മലയാളി സ്ത്രീകളുടെ കൈകെട്ടി ഇവിടെ തൂങ്ങിക്കിടക്കുക. അതെ, ഈ കൈമുട്ട് തൂങ്ങിക്കിടക്കുക. കാരണം ശരീരത്തിന് മറ്റെല്ലാ ഭാഗത്തും ഫാറ്റ് കയറുന്ന അറിഞ്ഞു, ഇനി നിറയാൻ സ്ഥലമൊന്നുമില്ല. അപ്പം കയ്യിലേക്ക് അല്ല, പണ്ട് കാലത്തൊക്കെ ഈ നമ്മൾ അരി അരയ്ക്കുന്നത് ഉരലിലാണ്, പിന്നെ തറയ്ക്ക് വേണ്ടി അരയ്ക്കുന്നത് അമ്മിക്കല്ലിലാണ്. ഈ അരി ഇടിക്കുന്നുണ്ട്, തുണി കഴുകുന്നുണ്ട്. ഇപ്പൊ കുനിയുന്നില്ലല്ലോ, ഇന്നൊന്നും ചെയ്യുന്നുണ്ടല്ലേ വീട് തൂക്കുന്നത്. മിക്സി ഉണ്ട്, അതുപോലെ വീട് തൂക്കുന്നില്ല, അതിനെല്ലാം മറ്റേ മോപ്പും മറ്റു കാര്യങ്ങളും വാക്വം ക്ലീനറും ഉണ്ട്, മിക്സി ഉണ്ട്, ഗ്രൈൻഡറുണ്ട്, വാഷിംഗ് മെഷീനുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് തന്നെയാണ്. അപ്പോൾ ഇനി ഒരിക്കലും ആ ഒരു പഴയ കാലത്തേക്ക് ഒരു തിരിച്ചുപോക്ക് എന്തായാലും തിരിച്ചു പോകണ്ട. നമ്മൾ കിട്ടിയ ആധുനിക സൗകര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തണം, വേണ്ടേ? അത് പ്രയോജനപ്പെടുത്തണം. മാക്സിമം തലമുറയ്ക്ക് അത് കൈമാറുകയും വേണം. പക്ഷെ അതിനൊപ്പം തന്നെ ഈ കുഞ്ഞുങ്ങൾ ആരോഗ്യം കൂടെ നോക്കണം. അതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് കാലഘട്ടം മാറുന്നതനുസരിച്ച് ഇപ്പം ഈ ഒരു സംവിധാനം, ഇപ്പം നമ്മൾ സംസാരിക്കുന്ന സ്പീക്കർ ഫോണ്, ഇതൊക്കെ ആധുനിക കാലഘട്ടത്തിന് സംഭാവനയല്ലേ?
ഇതൊക്കെ നമ്മൾ പ്രയോജനം ഉപയോഗിക്കണ്ടേ, പ്രയോജനപ്പെടുത്തണ്ടേ? അത് പ്രയോജനപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ആരോഗ്യത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം, ചെയ്യേണ്ട ഒത്തിരി ടിപ്സുകളുണ്ട്, അത് ഉപയോഗിക്കാം. ഇപ്പോൾ കുട്ടികൾ കഴിക്കുന്ന ആഹാരത്തിന് അളവ് നിജപ്പെടുത്തണം, എത്ര കഴിക്കാവുള്ളൂ, വ്യായാമം ചെയ്യിക്കണം അവനെ കൊണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ സർവേയിലുള്ളത്. എത്ര കുട്ടികൾ വ്യായാമം ചെയ്യുന്നറിയോ? ഈ പാരന്റ്സ് തന്നെ ഇത് കണ്ടിന്യൂ ചെയ്ത് വരുന്നവരാണ്, ഫോളോ ചെയ്യുന്നവരാണ്. അങ്ങനെ വരുമ്പോൾ അവരുടെ കുട്ടികൾ എങ്ങനെയായിരിക്കും? അല്ല, ഇവിടെ ആഹാരങ്ങൾക്ക് ടേസ്റ്റ് കൂടിപ്പോയി. നമ്മുടെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ ചില ആഹാരം കഴിക്കുമ്പം അത് സടകൂടന്ന് എഴുന്നേക്കുക. അപ്പം അതുകൊണ്ട് അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് നല്ല ആഹാരം. നല്ല ആഹാരത്തിനകത്ത് ടേസ്റ്റ് വളരെ കുറവായിരിക്കും. പക്ഷേ ചില അമ്മമാരുണ്ടാക്കുന്ന ആഹാരങ്ങൾക്ക് ഈ ആർട്ടിഫിഷ്യൽ ടേസ്റ്റിനേക്കാൾ ടേസ്റ്റ് ഉണ്ടാവും. അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ മാറി മാറി വരണം. മാറുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളൊക്കെ ഇത് മതിയെന്ന് പറയും. അത് ഞാനൊരു കാരണം, ഒരു ബിസ്ക്കറ്റ് ഒരു കുട്ടി കഴിക്കും രാവിലെ. ഇന്ന് പല കുട്ടികളുടെയും ടിഫിൻ, ഞാൻ സ്കൂളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ ജയിലിൽ പോകുന്ന പോലെയാണ്. ഞാൻ ടിഫിൻ കാരനൊക്കെ തുറന്ന് നോക്കും. അപ്പം ബിസ്ക്കറ്റ് കാണാം. മോനെ എത്ര ബിസ്ക്കറ്റ് കഴിക്കും? അപ്പോൾ അമ്മ 5 എണ്ണം തന്നു വിടും, 5 എണ്ണം ഞാൻ കഴിക്കുന്നതാണ്. ഒരു കുട്ടി ഒരു ബിസ്ക്കറ്റ് 25 കലോറിയാണ് ഒറ്റ ടൈമിൽ ചെല്ലുന്നത്. പഞ്ചസാരയല്ല. 20 വർഷം മുമ്പ് സുമേഷ് ഒരു ബിസ്ക്കറ്റ് എടുത്ത് നാക്ക വെച്ചാൽ അത് പെട്ടെന്ന് ഇറക്കത്തില്ല. നാക്ക വെച്ചത് ഞൊണഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് ആസ്വദിക്കത്തില്ല. ഇന്ന് നമ്മുടെ ഒരു മുട്ടായോ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് എടുത്ത് നാക്ക വെച്ചാൽ നാക്ക് കുഴിഞ്ഞിറങ്ങുന്ന മധുരമാണ്. കാരണം അത്രയ്ക്ക് മധുരം ചേർത്തിരിക്കുക. എന്നിട്ട് പരസ്യം എന്താ പറഞ്ഞത്? എനർജി ബിസ്ക്കറ്റ്. ഈ 10 ബിസ്ക്കറ്റ് ചെന്ന് കഴിയുമ്പോൾ ഇവന് എനർജിയായി. കാരണം ഇവൻ്റെ ബോഡി ചെന്ന് ഇവന് ആവശ്യത്തേക്കാൾ കൂടുതൽ പഞ്ചസാര ചെന്ന് കഴിഞ്ഞു. അപ്പോൾ പിന്നെ എനർജി ഉണ്ടാകത്തില്ലേ? തീർച്ചയായും. അപ്പം പിന്നെ കലോറി കൂടും. ഇതാണ് ഇവിടെ പ്രശ്നം. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഇതൊന്നും ഒരു അധ്യാപകനോ അല്ലെങ്കിൽ പേരന്റിനോ പറഞ്ഞു കൊടുക്കാൻ സമയം കിട്ടത്തില്ല. നമ്മൾ ഈ സ്കൂള് ഒക്കെ തുറന്ന സമയമാണ്. അത് മാത്രമല്ല, ഈ ഓപ്പറേഷൻ തൂഫാൻ പേരൻസും ടീച്ചേഴ്സും ഒക്കെ വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ താങ്കളുടെ പ്രോഗ്രാം ഒരു സ്കൂളിൽ അവതരിപ്പിക്കണമെങ്കിൽ ആ സ്കൂളിലെ PTA അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അധികൃതരോ എന്താണ് ചെയ്യേണ്ടത്? ഇതിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞാനിപ്പം നമ്മുടെ ദീപിക പത്രം ഉണ്ടല്ലോ, ദീപിക പത്രവുമായി ഒരു ടൈപ്പാണ്. അപ്പോൾ ദീപിക പത്രത്തിൻ്റെ നമ്പറൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അവർ ദീപികയായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രോഗ്രാം CBSE അതുപോലുള്ള സ്കൂളുകൾക്ക്, CBSE സ്കൂളുകൾക്ക്, ICSE സ്കൂളുകൾക്ക് ഈ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഷെഡ്യൂൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ദീപികയെ വിളിച്ചിട്ട് ഈ പ്രോഗ്രാമാണെന്ന് പറയാം. അപ്പോൾ അവർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട് ദീപികയെന്ന്. അവരെത്ര സപ്പോർട്ട് ചെയ്യണം ദീപിക. അപ്പോൾ ദീപിക പത്രത്തിൻ്റെ നമ്പർ നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ അടിയിൽ കൊടുക്കാമോ? വിളിക്കുന്നവർക്ക് കൊടുക്കാം. CBSE അത് CBSE ICSE സ്കൂളുകാർക്കാണ് അവർ ഈ പ്രോജക്റ്റ് വെച്ചിരിക്കുന്നത്. കാരണം ഇത് നടത്തുന്ന ഫണ്ട് വേണം. ഫണ്ട് അവർ കൊടുക്കും ദീപികയ്ക്ക്. അപ്പോൾ ദീപിക അവർക്ക് അത് സമ്മാനം കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ രീതിയിലോട്ടാണ് പോണത്. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഫണ്ടില്ലാതെ ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ കൂടെ 8-10 സ്റ്റാഫുണ്ട്, വണ്ടി, ലൈറ്റ്, 10,000 വാട്ട്സ് സൗണ്ട് സിസ്റ്റം. ഇത് കൊണ്ടേ കെട്ടിയൊക്കെ റെഡിയാക്കിയൊക്കെ വരുമ്പോൾ തന്നെ 3 മണിക്കൂറാവും. 2 മണിക്കൂർ പ്രോഗ്രാം, 3 മണിക്കൂർ സെറ്റ് ചെയ്യാം. സാലറി ഞാൻ പ്രോഗ്രാം കഴിഞ്ഞാൽ അപ്പം തന്നെ അവർക്ക് പൈസ കൊടുക്കും. കടമൊന്നുമില്ല. അങ്ങനത്തെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണം. അപ്പം നമുക്ക് ഫണ്ട് വേണം. പിന്നെ ചിലർക്ക് ഇത് നടത്താനുള്ള സാമ്പത്തിക ശേഷി കാണത്തില്ല ചില സ്കൂളുകാർക്ക്. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്ന പറഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടാൻ കുറച്ച് ഫണ്ട് എടുത്ത് അവർക്ക് കൂടി ഈ പ്രോഗ്രാമിൻ്റെ ഗുണം കിട്ടട്ടെ എന്ന രീതിയിൽ ഞങ്ങൾ പ്രോജക്റ്റ് ചെയ്യണം. എല്ലാവരും സഹകരിച്ചാൽ നല്ലത്. ഓക്കെ. അപ്പോൾ എന്തായാലും ഒരുപാട് സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ചു. അത് മാത്രമല്ല, ഇവിടെ കൊണ്ട് നമ്മൾ അവസാനിക്കുന്നില്ല. ഇതൊരു താൽക്കാലിക വിരാമം മാത്രമാണ്. അപ്പോൾ ഇനിയും പല വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ആ പല വിഷയങ്ങളെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട്. അതെ. അപ്പോൾ ഇനിയും നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായിട്ടും. സന്തോഷം. എല്ലാ ആശംസകളും. സുമേഷ് എന്നെ വിളിച്ചെനിക്ക് സുമേഷ് ഞാനോട് എൻ്റെ സഹോദരനേക്കാൾ ഒരു നല്ല അടുപ്പമുള്ള ആളാണ്. സുമേഷിന് ഇതൊരു ചലഞ്ചായിട്ട് എടുത്തൊരു പ്രൊഫഷനാണെന്ന് തോന്നുന്നു, അല്ലേ സുമേഷ്? അതിന് എനിക്ക് എപ്പോഴും ഞാൻ സുമേഷിനോട് നന്ദി രേഖപ്പെടുത്തുന്നു. സുമേഷിൻ്റെ വിജയത്തിൽ സന്തോഷമുണ്ട്. എന്നെ വിളിച്ച സന്തോഷം. കൂടെ സുമേഷിനെ വിളിക്കാറുണ്ട്. പക്ഷേ ഇത്രയും അടുത്ത് സംസാരിച്ചില്ല, കുറേ കാലം കൂടിയാണ്. സുമേഷിനെ വിളിക്കണം, ഞാൻ വരും. തീർച്ചയായും. സന്തോഷം. ഓക്കെ, താങ്ക് യു.